الحمد لله الحمد لله الحمد لله الواحد القهار العزيز الغفار مكور الليل على النهار تذكرة لأولي القلوب والأبصار وأشهد أن لا إله إلا الله وحده لا شريك له شهادة تدخلنا دار الأبرار وعلى آله وصحابه وأتباعه وعشيرته وسلم تسليما كثيرا كثيرا. اللهم يا واجب الوجود ويا واهب الخير والجود ويا غاية كل مقصود أفض علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك وأفوض أمري إلى الله وأفوض أمري إلى الله وأفوض أمري إلى الله إن الله بصير بالعباد وأن مردنا إلى الله وأن المسرفين هم أصحاب النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاعلم أنه لا إله إلا الله واستغفر لذنبك وللمؤمنين والمؤمنات والله يعلم متقلبكم ومثواكم. صدق الله مولانا العظيم. وقال سيدنا وقائدنا وأسوتنا محمد مصطفى صلى الله عليه وسلم من صام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه. صدق رسوله النبي المصطفى الأمين عليه وعلى آله وصحابه وأهل بيته وأفضل الصلوات وأزكى التسليم. إذ ذاك يدعو الله طه قائل مزوي تسليم علينا شامل بالصالحين كذاك ربي فاعل بدعائه للصالحين عميما. صلوا عليه وسلموا تسليما. وعليك حبي يا رسول الله وعليك حبي يا رسول الله وعليك حبا يا رسول الله. من عند ذا العاصي صلاة الله معها تحيته سلام الله
ഇജ്ലാല ഖദ്രിക ആസികൻ തഫഖീമാ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. പൊറുക്കന്റെ പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ടു നീയല്ലാതെ. ഇഹലോക ആർഭാടങ്ങൾ എന്നെ വലച്ചതാ, നഫ്സന്നെ ഉന്തി തള്ളിവിട്ടു ചതിച്ചതാ. അല്ലാതെ ധിക്കരിച്ചല്ലിലാഹേ നിന്നെ, അതുകൊണ്ട് എന്നെ ആട്ടരുതിലാഹേ അന്നേ. ഏറ്റവും പവിത്രമായ പരിപാവനമായ ഈ ഇൽമിന്റെ സദസ്സിന്റെ അധ്യക്ഷപീഠം അലങ്കരിച്ചിരിക്കുന്ന സ്വാഗത സംഘം ചെയർമാൻ KB അബൂബക്കർ സാഹിബ്, അനുഗ്രഹീതമായ സദസ്സിന് പ്രാർത്ഥന കൊണ്ട് നേതൃത്വം നൽകിയ ബഹുവന്ദനും ആദരണീയനുമായ ഹിയാത്തുകൾ, സാരാസമ്പൂർണമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി യോഗം സമുദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുവന്ദനും ആദരണീയനുമായ സയ്യിദ് ഹാദി തങ്ങൾ മുഗരാൻ, മറ്റു വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഉളുവാർ ശംസുൽ ഉലമാ ഇസ്ലാമിക് സെന്ററിന്റെയും SYSS SKSSF ശാഖാ കമ്മിറ്റികളുടെയും സമാദരണീയരായ നേതൃത്വം, പ്രവർത്തകർ, എന്നെ ശ്രവിക്കാൻ ഇവിടെ കടന്നു വന്ന പ്രിയമുള്ള ഉപ്പമാർ, ഉമ്മമാർ, സഹോദരി സഹോദരങ്ങൾ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർവാധിപതിയും സർവാധിനാഥനും സർവലോക സംരക്ഷകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പവിത്രമായ പരിപാവനമായ ഇൽമിന്റെ സദസ്സിൽ സംഗമിച്ചതുപോലെ അള്ളാഹുവിന്റെ കമനീയമായ സ്വർഗീയ ആരാമത്തിലും നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ശിഷ്ടകാല ജീവിതം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിക്കുവാനും ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയം പരിശുദ്ധമായ കലിമ ചൊല്ലി സ്വർഗത്തിന്റെ ചിത്രം കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ കരുണാവാരിധിയായ റബ്ബ് നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഗതകാല ജീവിതത്തിന്റെ സായം സന്ധ്യകളിൽ വന്നുപോയ ചെറുതും വലുതുമായ സർവ്വ അപരാധങ്ങളും സർവദയാ വായ്പകളുടെ ഉടമസ്ഥനായ പടച്ച റബ്ബ് അവന്റെ വിശാലമായ കരുണ കൊണ്ട് നമുക്കൊക്കെയും പുറത്തു നിന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞ് 6 അടി മണ്ണിന്റെ ഉള്ളിൽ കഴിയുന്നവർ, വിശിഷ്യ നമ്മുടെ മസ്ജിദുകളുടെ ചുറ്റുഭാഗത്ത് അന്തിമശ്രമം കൊള്ളുന്ന ഖബറാളികൾ, എല്ലാവർക്കും നാഥൻ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ പരലോക ജീവിതം സുഖത്തിലും സന്തോഷത്തിലും സംതൃപ്തിയിലും സമാധാനത്തിലുമാക്കി അനുഗ്രഹിക്കട്ടെ. രോഗികളായി ഹോസ്പിറ്റലുകളിലും വീടുകളിലും ഈ സദസ്സിലുമൊക്കെ ഇരിക്കുന്ന പലരും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും രോഗങ്ങൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ആരോഗ്യത്തോടും കൂടിയ ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമദാനിന്റെ 22ാമത്തെ നോമ്പുകാരായിട്ടാണ് നാം ഇവിടെ സംഗമിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും കഴിഞ്ഞുപോയ നോമ്പുകളും ഇതര ഇബാദത്തുകളെല്ലാം സ്വീകരിക്കട്ടെ. റയ്യാൻ എന്ന സ്വർഗീയ കവാടത്തിലൂടെ കടന്നു പോകാൻ ഉതകുന്ന കർമ്മങ്ങളാക്കി പടച്ച റബ്ബ് നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഉളുവാർ ശംസുൽ ഉലമാ ഇസ്ലാമിക് സെന്ററിന്റെയും SYS SKSSF ശാഖാ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന 3 ദിവസത്തെ മതപ്രഭാഷണ പരമ്പരയുടെ ഔപചാരികമായ ഉദ്ഘാടന ദിവസത്തിലാണ് നാം ഉള്ളത്. അത്രമേൽ അനുഗ്രഹീതമായ സദസ്സാണ്. എല്ലാ വർഷവും നടത്തുന്നതിനേക്കാൾ വളരെ വിപുലമായി എല്ലാവർക്കും ഇരിക്കാനും കേൾക്കാനും കഴിയുന്ന സംവിധാനത്തോടുകൂടി
ഒരു ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കപ്പെടുന്ന അതേ സംവിധാനത്തോടു കൂടി തന്നെ ഉളുവാറ് സമസ്തയുടെ പ്രവർത്തകർ അത്രമേൽ താല്പര്യത്തോടുകൂടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളൊരു മജ്ലിസാണിത്. അള്ളാഹു ഈ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടവർ, സഹായിച്ചവർ, ഓടി നടന്നവർ എല്ലാവർക്കും നാഥൻ ദുനിയാവിലും ആഖിറത്തിലും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന ദുആയിൽ അത്രമേൽ വൈകിയ സമയത്ത് ഒരുപാട് ആമുഖങ്ങൾക്ക് പ്രസക്തിയില്ല. ചൂട് സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും അത്രമേൽ ചൂട് അടിക്കുന്ന ഒരു സമയം കൂടെയാണ്. ഇൻഷാ അല്ലാഹ് എങ്കിലും കുറഞ്ഞ സമയം, ഒരുപാട് സമയം നിങ്ങളെ ഇരുത്തിയിട്ട് പ്രയാസപ്പെടുത്തുകയില്ല. കുറച്ചു സമയം ഇൻഷാ അല്ലാഹ് നമുക്ക് പരസ്പരം വിശുദ്ധമായ റമളാനുമായി ബന്ധപ്പെട്ട് സംസാരിക്കണം. നാളെയും മറ്റന്നാളും ഒക്കെ നടക്കുന്ന പ്രോഗ്രാമുകളിൽ വളരെ നേരത്തെ തന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ എത്തണം. ഒരു 9 മണിക്ക് തുടങ്ങി ഒരു 11 മണിക്കുള്ളിൽ അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് പോയാൽ നോമ്പുകാരാണ്, ചൂടാണ്, അത്രമേൽ പ്രയാസമാണ്. ഇൻഷാ അല്ലാഹ് എങ്കിലും നമ്മുടെ പ്രസ്ഥാനത്തോടുള്ള ആ സ്നേഹവും താല്പര്യവും, കാസർഗോഡിന്റെ മനസ്സ് വയലിനോട് അത്രമേൽ താല്പര്യമുള്ളൊരു മനസ്സാണിത്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ വിശുദ്ധമായ ദീൻ പറയുന്ന സദസ്സുകളിലേക്ക് ഓടിയെത്തുന്ന ഒരു സ്വഭാവം ഉള്ള ആളുകളാണ്. അള്ളാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങളെയൊക്കെ സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളെയൊക്കെ സ്വീകരിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, എത്ര മണി വരെ പോവാം? ഇരിക്കൂലേ? ചൂടുണ്ടാ? ഒന്ന് എഴുന്നേറ്റ് നിന്നോളൂ എല്ലാരും. ഒരു 3 സ്വലാത്ത് ബിഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അല്ലാഹു നമ്മുടെ സ്വലാത്തിനെ സ്വീകരിക്കട്ടെ. ഹബീബിന്റെ റൗളയിലേക്ക് അല്ലാഹു എത്തിക്കട്ടെ. ഈ സ്വലാത്ത് നാളെ പ്രവാചകന്റെ കൈപിടിച്ച് സ്വർഗ്ഗത്തിൽ പോവാനുള്ള സബബായി നാഥൻ നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. ബിഹഖി സയ്യിദുൽ കൗനൈൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമ്മാനിച്ച അനുഗ്രഹത്തിന്റെ പെരുമഴക്കാലമാണ്. മനുഷ്യജീവിതത്തിലെ പാപങ്ങളെ പൊറുക്കപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യജീവിതത്തിലെ ന്യൂനതകൾക്ക് പരിഹാരം കണ്ടെത്താൻ അള്ളാഹുവിന്റെ കാരുണ്യം ആവോളം അവന്റെ ജീവിതത്തിലേക്ക് ചേർത്തു വെക്കാൻ സ്വർഗ നരകങ്ങളെ ചോദിക്കുന്ന മനുഷ്യനൊക്കെയും അവന്റെ ആത്മാർത്ഥതയ്ക്കനുസരിച്ച് നരകത്തിൽ നിന്നുള്ളൊരു മോചനവും സ്വർഗപ്രവേശനവും അള്ളാഹു സാധ്യമാക്കാൻ നമുക്ക് വേണ്ടി സംവിധാനിച്ചിട്ടുള്ളതാണ് വിശുദ്ധമായ റമളാൻ എന്നത്. കേവലം പരിശുദ്ധമായ റമളാനിൽ മാത്രമല്ല അള്ളാഹുവിന്റെ കാരുണ്യവും പാപമോചനവും സ്വർഗപ്രവേശനവും നരകമോചനവും ഒക്കെയും അള്ളാഹു നമുക്ക് നൽകുന്നത്. അത് അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ പെട്ടതാണ്. അത് പ്രത്യേക ചില സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും ഒക്കെ അള്ളാഹു അത് ഏറ്റവും കൂടുതൽ നൽകും. അള്ളാഹുവിന്റെ കരുണ, പടച്ചറബിന്റെ പാപമോചനം, അള്ളാഹുവിന്റെ ഇത്ഖ് അത് വിശാലമാണ് എന്ന് ഹബീബായി നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമളാനിനെ 3 ഘട്ടങ്ങളായി നമ്മളോട് പഠിപ്പിച്ചു. 1 കാരുണ്യമാണ്, 2 പാപമോചനമാണ്, 3 നരകമോചനമാണ്. 1 ഒന്നിനോട് ചേർന്നിരിക്കുന്നതാണ്. മനുഷ്യന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരണമെങ്കിൽ കാരുണ്യം ആവശ്യമാണ്. കാരുണ്യമുണ്ടെങ്കിൽ മാത്രമാണ് മനുഷ്യന് അല്ലാഹു മഗ്ഫിറത്ത് നൽകുന്നത്.
മഗ്ഫിറത്തുള്ള മനുഷ്യന് മാത്രമാണ് അല്ലാഹു സ്വർഗ്ഗപ്രവേശനം സാധ്യമാക്കുന്നത്. അങ്ങനെ ഒന്നൊന്നിനോട് ചേർത്തിയിട്ടാണ് അല്ലാഹു പരിശുദ്ധമായ റമദാനിനെ സംവിധാനിച്ചിരിക്കുന്നത്. എന്നിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരികയാണ്, പരിശുദ്ധമായ റമദാൻ കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്? എന്താണ് നിങ്ങൾ റമദാൻ കൊണ്ട് ആഗ്രഹിക്കുന്നത്? നല്ല ഇഫ്താർ നടത്തണമെന്നോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭൗതിക സാഹചര്യങ്ങളൊക്കെയും ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണമെന്നാണോ നിങ്ങൾ റമദാൻ കൊണ്ട് ആഗ്രഹിക്കുന്നത്? സഹാബത്ത് പറയുന്നുണ്ട്, റമദാൻ കൊണ്ട് ഒരു മനുഷ്യൻ ആഗ്രഹിക്കേണ്ടത് അവന്റെ ജീവിതത്തിന്റെ ന്യൂനതകൾക്ക് പരിഹാരമാണ്. ഈ നട്ടുച്ച സമയത്ത് സൂര്യൻ അതിന്റെ പ്രകാശകിരണങ്ങൾ ഭൂമിയിലേക്ക് പൊഴിക്കുന്ന ഈ സമയം അത്രമേൽ താല്പര്യത്തോടുകൂടി സദസ്സിലേക്ക് നാം വന്നിരുന്നത് എന്തിനാണ്? എന്റെ ജീവിതത്തിലെ പാപങ്ങൾ പുറത്തു കിട്ടാൻ, എന്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ മായ്ച്ചു കളയാൻ ഈ സദസ്സൊരു കാരണമാണെങ്കിൽ അൽഹംദുലില്ലാഹ് എന്ന പ്രതീക്ഷയിലാണ് നാം എല്ലാവരും. ഇന്നലെ അത്രമേൽ വൈകി കിടന്നുറങ്ങിയവരാണ്. പ്രഭാതത്തിൽ അത്താഴത്തിന് എഴുന്നേറ്റു, സുബഹി നമസ്കരിച്ചു, ഒരൽപ്പം ഖുർആൻ പാരായണം ചെയ്തു, വീണ്ടും നമ്മൾ ഒരല്പസമയത്തേക്ക് കിടന്നുറങ്ങി. ക്ഷീണം മാറുന്നതിന് മുമ്പേ ആ ഉറക്കച്ചടവോടുകൂടി നാം ഈ സദസ്സിലേക്ക് ഓടി വന്നവരാണ്. എന്റെ പ്രിയമുള്ള ഉമ്മമാർ, നിന്ന് തിരിയാൻ സമയമില്ലാത്തപ്പോഴും പരിശുദ്ധമായ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ നുകരുന്ന സദസ്സുകളിലേക്ക് താല്പര്യത്തോടെ കടന്നു വരാൻ അത്രമേൽ മനസ്സിന്റെ ഉള്ളിൽ ഇഷ്ടം വെക്കുന്നവരാണ്. നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിന്റെയും പിന്നിലെ ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത് എന്റെ ജീവിതത്തിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരണം. നമ്മൾ അല്ലാഹുവോട് അതാണ് ചോദിക്കുന്നത്, നീ എന്റെ പാപങ്ങൾ പുറത്തു തരണേ, നീ എന്റെ പാപങ്ങൾ പുറത്തു തരണേ. എല്ലാ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടും മനുഷ്യർ അല്ലാഹുവോട് ചോദിക്കുന്നത് അങ്ങനെയാണ്. പരിശുദ്ധമായ പള്ളിയിൽ നിന്ന്, പരിശുദ്ധമായ മസ്ജിദുകളിൽ നിന്ന് ബാങ്കൊലി കേട്ടിട്ട് പരിശുദ്ധമായ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ കടന്നു പോകുന്ന നാം, പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ പള്ളിയിലേക്ക് കടന്നു വന്ന് നിസ്കരിച്ചു. നമസ്കാരം കഴിയുമ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പരിശുദ്ധമായ പള്ളികളിലേക്ക് പോയിട്ട് നിസ്കരിച്ചിട്ട് സലാം വീട്ടിയാലുടനെ ആദ്യം നമ്മൾ പറയുന്ന വാക്കേതാ സഹോദരങ്ങളെ? നമ്മൾ ആദ്യം പറയുന്നത് വാക്കേതാ? അസ്തഗ്ഫിറുല്ലാഹൽ അദീം. പടച്ച റബ്ബേ, എന്റെ പാപങ്ങൾ നീ എനിക്ക് പുറത്തു തരണേന്നാ. ജീവിതത്തിലേത് സൽക്രമങ്ങൾ ചെയ്ത് കഴിയുമ്പോഴും മനുഷ്യൻ പറയുന്ന വാക്കേതാ? അസ്തഗ്ഫിറുല്ലാഹ്. പടച്ച റബ്ബേ, നീ എന്റെ പാപങ്ങൾ എനിക്ക് പുറത്തു തരണേന്നാ. എന്റെ ജീവിതത്തിൽ വന്നുപോയ, അറിയാതെ ചെയ്ത, അറിഞ്ഞു ചെയ്ത, രഹസ്യത്തിൽ ചെയ്ത, പരസ്യത്തിൽ ചെയ്ത സർവപാപങ്ങളും നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണേന്ന് പടച്ച റബ്ബിന്റെ മുമ്പിൽ ദുആ ചെയ്യുന്നവരാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുകയാ, ഏ മുഅ്മിനേ, നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്നത്, നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന പാപങ്ങൾ പടച്ച റബ്ബ് പുറത്തു തരണമെന്നാണോ? നാളെ അല്ലാഹു സ്വർഗ്ഗനരകങ്ങൾ വേർതിരിക്കുന്ന ഒരു ദിവസത്തില് പടച്ച റബ്ബിന്റെ മഹ്ശറയിലേക്ക് നിന്നെ കൊണ്ടുവരുന്ന സമയത്ത് നന്മതിന്മകൾ എഴുതിയ കിതാബുകൾ നിന്റെ വലം കൈയിലോ ഇടം കൈയിലോ എന്നറിയാതെ പ്രയാസപ്പെടുന്ന സമയത്ത് മുഅ്മിനേ, പടച്ച റബ്ബ് നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന പാപങ്ങൾ പുറത്തു തരണമെന്നാണോ നീ വിചാരിക്കുന്നത്? ദുനിയാവിന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യനോട് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞു തരുന്ന ചില വിഷയങ്ങളുണ്ട് വാപ്പാ. ചുരുങ്ങിയ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നുപോയ പാപങ്ങളെ നമുക്കൊന്ന് പൊറുപ്പിച്ചെടുക്കാൻ എന്താണ് വഴിയെന്നറിയണ്ടേ? ജീവിതത്തിന്റെ അനക്കത്തിലും അടക്കത്തിലും ഊണിലും ഉറക്കിലും രാത്രിയിലും പകലുമെല്ലാം പാപങ്ങളിൽ നിന്ന് പാപങ്ങളിലേക്ക് കടന്നു പോകുന്ന മനുഷ്യനോട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരികയാണ് വാപ്പാ, നിന്റെ ജീവിതത്തിൽ വന്ന പാപങ്ങൾ നിനക്ക് അല്ലാഹു പുറത്തു തരണോ പെങ്ങളെ? കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ട് പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് സദാ നിങ്ങൾ കൈകൾ ഉയർത്തുന്നവരല്ലയോ? നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ അല്ലാഹു പുറത്തു തരാൻ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒന്നാമത് നിങ്ങളോട് പറഞ്ഞ നിബന്ധന എന്തെന്നറിയോ? അത് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്.
നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ അല്ലാഹു പുറത്തു തരാൻ പടച്ച റബ്ബ് പറഞ്ഞ ഒന്നാമത്തെ നിബന്ധന ഏതെന്നറിയുമോ? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബഹുമാനപ്പെട്ട ഹാദി തങ്ങൾ തന്റെ ഉദ്ഘാടന ഭാഷണത്തിലൂടെ കടന്നു പോകുമ്പോ അവിടുന്ന് സൂചിപ്പിച്ച അർത്ഥവത്തായ വാക്കുകൾ നിങ്ങൾ കേട്ടതല്ലയോ? ഈ സമുദായത്തിന്റെ ധർമ്മമാന പ്രയാസങ്ങളിലൂടെയും ഈ സമുദായം കടന്നുപോയത്, എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലൂടെയും ഈ സമുദായം കടന്നുപോയത് ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതൊരു ഇലാഹില്ലെന്ന് തന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉറപ്പിച്ചു പറഞ്ഞപ്പോ അവിടെയല്ലയോ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്, അവിടെയല്ലയോ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയത്. 1, 2, 3 ദിവസങ്ങളായി ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിൽ നിങ്ങൾ കാണുന്ന വാർത്തകളുണ്ടല്ലോ. അല്ലാഹുവേ, പാവപ്പെട്ട ഫലസ്തീനിന്റെ കൊച്ചുമക്കളുടെ നെഞ്ചത്തേക്ക് ഇസ്രായേലിന്റെ സൈന്യം തൊടുത്തുവിടുന്ന മിസൈലുകളുടെ മുമ്പിൽ പെടഞ്ഞു മരിച്ചു വീഴുന്ന പാവപ്പെട്ട ഫലസ്തീനിന്റെ പൊന്നുമക്കളെ നിങ്ങൾ കാണാറില്ല വാപ്പാ. എന്തിനാണ് സൈനിസത്തിന്റെ മുമ്പില് കരിങ്കല്ല് ചീളുകൾ കൊണ്ട് പ്രതിരോധിച്ചു നിൽക്കുന്ന ഫലസ്തീനിന്റെ പിഞ്ചു ബാല്യങ്ങളെ നിങ്ങൾ കാണാറില്ലേ? തെറ്റേതാ ശരിയേതാണെന്ന് കൃത്യമായി തിരിച്ചറിയാത്ത, തൊട്ടിലിൽ കിടന്നുറങ്ങേണ്ടുന്ന സാഹചര്യമുള്ള കൊച്ചുമക്കള് പടച്ചറപ്പേ കസ്കട്ട് മിസൈലുകൾ പാഞ്ഞെടുക്കുമ്പോ അതിന്റെ ഇരയായിക്കൊണ്ട് ചിന്ന ഭിന്നമായി പോകുന്ന വാർത്തകൾ നിങ്ങൾ കാണാറില്ലേ? 2 ദിവസം മുമ്പ് കണ്ടൊരു വാർത്തയിലാ കാണുന്നത്, പടച്ചറമ്പേ തന്റെ പൊന്നുമകന്റെ ചിന്തിച്ചിതറിപ്പോയ മാംസത്തിന്റെ ഭാഗങ്ങൾ ഒരു തുണിയിൽ ശേഖരിക്കുന്ന ഒരു ഉമ്മയുടെ ചിത്രം ഇങ്ങനെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലച്ചപ്പോ ഞാനൊന്ന് ചിന്തിച്ചു പോയി. അല്ലാ, പാവപ്പെട്ട ഫലസ്തീനിന്റെ പൊന്നുമക്കള് എന്തിനാണ് ഈ നരാധന്മാര് പരിശുദ്ധമായ റമദാനില് ഈ പാവപ്പെട്ട സഹോദരങ്ങളെ ഇത്രമേൽ പ്രയാസപ്പെടുത്തുന്നത് എന്തിനാ? അവിടെയാണ് വിശുദ്ധമായ ഖുർആനിന്റെ ആഴങ്ങളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങി ചെല്ലണമല്ലോ. കേവലം പാരായണം ചെയ്തിട്ട് മാറ്റിവെക്കാനുള്ള ഗ്രന്ഥമല്ല ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആനിൽ ചരിത്രങ്ങളുണ്ട്, അല്ലാഹുവിന്റെ ഖുർആനിൽ കൽപ്പനകളുണ്ട്, അല്ലാഹുവിന്റെ ഖുർആനിൽ നിരോധനങ്ങളുണ്ട്. സത്യാസത്യങ്ങളെ കൃത്യമായി വേർതിരിച്ചു പറഞ്ഞു തരുന്ന അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ മുസ്ലിമായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്ന പാപങ്ങൾ പുറത്തു തരാൻ അല്ലാഹു കൃത്യമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് പറഞ്ഞ ഓരോ നിബന്ധനകളും നമ്മുടെ മുമ്പിൽ അടിവരയിട്ടിട്ട് പറഞ്ഞു തരികയാണ് വാപ്പാ. ഖുർആനിന്റെ ആഴങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചുകൂടെ? ഖുർആനിൽ നമുക്കൊന്ന് ഹൃദയത്തിലേറ്റിക്കൂടെ? ജീവിതത്തിന്റെ ദുരന്ത മുഖങ്ങളിലൂടെ കടന്നു പോകുമ്പോ, പാപഭംഗിലമായ ജീവിതം നമ്മൾ നടത്തുമ്പോ നമുക്കൊന്ന് പടച്ച റബ്ബിലേക്ക് മടങ്ങിക്കൂടെ വാപ്പാ? അല്ലാഹുവിന്റെ ഖുർആന് പാപമോചനത്തിന്റെ ഒന്നാമത്തെ വഴിയ നിന്നോട് പറഞ്ഞു മനസ്സിലാക്കി തരുന്നത് എന്തെന്നറിയോ? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന സർവ്വപാപങ്ങളോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിനക്ക് പുറത്തു തരണോ പെങ്ങളെ? നിന്റെ പാപങ്ങൾ പടച്ച റബ്ബ് നിനക്ക് പുറത്തു തരണോ? ഒന്നാമത്തെ നിബന്ധന അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാതൊരു ഇലാഹില്ലെന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ ഉറപ്പിക്കുന്നത് എപ്പോഴാ? പടച്ച റബ്ബിനെ വിശ്വസിക്കുന്നത് എപ്പോഴാണ്? സത്യാസത്യങ്ങളെ വേർതിരിച്ചു നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എപ്പോഴാ? അല്ലാഹു പറയുകയാ, അപ്പോഴാണ് നിനക്ക് പടച്ച റബ്ബ് മഗ്ഫിറത്തിന്റെ വാതായനങ്ങൾ തുറന്നിട്ട് തരുന്നത്. നാളെ പരലോകത്ത് പടച്ച റബ്ബിനെ കണ്ടുമുട്ടുന്ന ഒരു ദിവസമുണ്ട് പെങ്ങളെ. ദുനിയാവിന്റെ സർവ്വതും നമ്മൾ ഉപേക്ഷിച്ചിട്ട് ഒരു നാള് പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു പോവേണ്ടവരാ. ഖാബിദുൽ അർവാഹു മലക്കുൽ മൗത്ത് ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ ആത്മാവിനെ പിടിച്ചുകൊണ്ടു പോകുന്ന ആ സമയം കഴിഞ്ഞിട്ട് പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു വരുന്ന ഒരു രംഗമുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് എന്താ? ഈ
ദുനിയാവിൽ ചെയ്തതെല്ലാം ഞാൻ നിനക്ക് പുറത്തു തരാം. നിന്റെ ജീവിതത്തിൽ വന്നുപോയതെല്ലാം നിനക്ക് ഞാൻ പുറത്തു തരാം. ഇന്നല്ലാഹ ലാ യഗ്ഫിറു വയുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. പെങ്ങളെ, നിന്റെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായതെല്ലാം ഞാൻ നിനക്ക് പുറത്തു തരാമെന്ന് അല്ലാഹു പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞത് എന്തെന്നറിയോ? അയ്യുശ്റക ബിഹി, നിങ്ങൾ അല്ലാഹുവിനോട് മറ്റൊന്നിനെ പങ്കു ചേർക്കാത്ത അവസ്ഥയില് നിന്റെ വാക്കിലോ പ്രവർത്തനോ ഊണിലോ ഉറക്കത്തിലോ കൗലിലോ ഫിഅലിലോ പടച്ച റബ്ബിനോട് മറ്റൊന്നിനെ പങ്കു ചേർക്കാത്ത അവസ്ഥയില് നിനക്ക് നിന്റെ പടച്ച റബ്ബിനെ കണ്ടുമുട്ടാൻ കഴിഞ്ഞാ നിന്റെ ഗതകാല ജീവിതത്തിന്റെ സർവ്വപാപങ്ങളും അല്ലാഹു നിനക്ക് പുറത്തു തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. പെങ്ങളെ, നിനക്കറിയുമല്ലോ ഇസ്ലാമിന്റെ റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉക്കാളച്ചന്ത കണ്ട ഏറ്റവും വലിയ തെമ്മാടിയായി ജീവിച്ച ഉമർ, ഏറ്റവും വലിയ തെമ്മാടിയായി ജീവിച്ച മനുഷ്യനായിരുന്നു ഉമർ. കള്ളും പെണ്ണും കൊലക്കത്തിയുമായി നടന്ന ജാഹിലിയ്യത്തിന്റെ തിന്മകൾ മുഴുവനും സായത്തമാക്കി ജീവിച്ച ഏറ്റവും മോശക്കാരനായ മനുഷ്യനായി ജീവിച്ച ഉമർ അവസാനം മക്ക കുഫാറുകളുടെ ആചാരം വാങ്ങിയിട്ട് ആരാണ് മുഹമ്മദിന്റെ തലയെടുക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഞാൻ മുഹമ്മദിന്റെ തലയെടുത്തിട്ടല്ലാതെ തിരിച്ചു മടങ്ങില്ലെന്ന് ലാത്തയുടെയും മുസയുടെയും മുമ്പില് അവരുടെ ആരാധ്യ വസ്തുക്കളുടെ മുമ്പ് സത്യം ചെയ്തിട്ട് തന്റെ ഒട്ടകപ്പുറത്ത് കയറിയിട്ട് എവിടെയാ മുഹമ്മദ്, എവിടെയാ മുഹമ്മദ്, മുഹമ്മദിന്റെ തലയെടുക്കാതെ തിരിച്ചു വരില്ലെന്ന് ഗർജിച്ചിട്ട് പുറപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടാൽ രണ്ട് കസരമായി മുറിച്ചു കളയാനുള്ള കുറസത്തോടെ അത്രമേൽ കോപത്തോടെ കടന്നുപോയ ഉമർ അവസാനം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ത്വാഹ മാ അൻസൽനാ, വിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തു ത്വാഹ പാരായണം ചെയ്തത് കേട്ടപ്പോ ഉമറിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് മാനസാന്തരം കടന്നു വരികയാ. ഒരു കുളിർ തെന്നൽ പോലെ ഉമറിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് അതുവരെ ഇസ്ലാമിനോട് വല്ലാത്ത ദേഷ്യം വെച്ച അല്ലാഹുവിന്റെ റസൂലിനെ കണ്ട കൊന്നുകളയാൻ ഉറപ്പിച്ച തന്റെ വാളുമായി കടന്നു വന്ന തടയാൻ ഒരാളില്ലാത്ത അത്രമേൽ സുശക്തനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ കൊച്ചുകുട്ടിയെ പോലെ കടന്നു വന്നിട്ട് പ്രവാചകന്റെ കൈ പിടിക്കുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പ്രവാചകന്റെ കൈ പിടിച്ചിട്ട് വിശുദ്ധ ഇസ്ലാമിന്റെ സ്വാതല തീരങ്ങളിലേക്ക് കടന്നു വന്ന ഉമർ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. പെങ്ങളെ, നബിയേ, ജാഹിലിയ്യത്തിന്റെ ഉമറിന്റെ ജാഹിലിയ്യത്തിന് അങ്ങേക്ക് അറിയുമല്ലോ നബിയേ, ഞാൻ കൊച്ചുമക്കളെ കൊന്നു കളഞ്ഞിട്ടുണ്ട് നബിയേ, കള്ളു കുടിച്ചിട്ടുണ്ട്, മോശമായ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. അവസാനം ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ സൃഷ്ടിയായ പ്രവാചകരെ അങ്ങയെ കൊന്നുകളയാന് ഞാൻ എന്റെ ഊരി പിടിച്ച വാളുമായി കടന്നു വന്നവരാ. എന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുമോ യാ റസൂലല്ലാഹ്? പ്രവാചകന്റെ മുമ്പിൽ കൊച്ചുകുട്ടിയെ പോലെ പൊട്ടിക്കരഞ്ഞ ഉമറുൽ ഫാറൂഖ് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഉമറേ, നീ ഒരു നിസാര വാക്കല്ല നിന്റെ നാവ് കൊണ്ട് പറഞ്ഞത്. ഒരു നിസാര വാക്കല്ല നിന്റെ നാക്ക് കൊണ്ട് പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹല്ലാതെ ഇലാഹില്ലെന്ന് ഹൃദയത്തിൽ ഉറപ്പിച്ചിട്ട് നാവ് കൊണ്ട് പറയുമ്പോ അവിടെയാണ് വാപ്പാ പടച്ചറപ്പ് നിന്റെ ഗതകാല ജീവിതത്തിന്റെ പാപങ്ങള് നിനക്ക് പടച്ചറപ്പ് പുറത്തു തരുന്നത് എപ്പോഴെന്നറിയുമോ? ഈ പരിശുദ്ധമായ കലിമയാ, പരിശുദ്ധമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസമുണ്ടല്ലോ നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോഴാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നിനക്ക് പടച്ച റബ്ബ് നിന്റെ പാപങ്ങൾ അല്ലാഹു നിനക്ക് പുറത്തു തരണോ? ഹൃദയത്തിൽ ഉറപ്പിച്ചു പറയണം ലാ ഇലാഹ ഇല്ലല്ലാഹ്.
അല്ല പറയാ, എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നിനക്ക് മായിച്ചു തരണമെങ്കിൽ അതിന്റെ ഒന്നാമത്തെ ഡിമാൻഡ് നീ മുസ്ലിമായിരിക്കുക എന്നുള്ളതാണ്. ഇല്ലേ? ഒന്നാമത്തെ ഡിമാൻഡ് അള്ളാഹു പറയാൻ നീ മുസ്ലിം ആവണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന മനുഷ്യന് മാത്രമാണ് അള്ളാഹു പുറത്തു കൊടുക്കപ്പെടുന്നത്. ആ മനുഷ്യനാണ് അള്ളാഹു സ്വർഗനരകങ്ങൾ വേർതിരിക്കുന്ന ദിവസം അവന്റെ പാപങ്ങളെ അള്ളാഹു അഫൂ ചെയ്തു കൊടുക്കുന്നതിന്റെ ഒന്നാമത്തെ ഡിമാൻഡ് അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധമായ കലിമയുടെ ആളുകളായിട്ട് നിങ്ങൾ കടന്നു വരണം. അവിടെയാണ് അള്ളാഹു നിങ്ങൾക്ക് പാപമോചനം തരുന്നത്. ജാഹിലിയത്തിൽ ജീവിച്ച ഈ 2-3 ദിവസം മുമ്പ് ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിൽ അത്രമേൽ ചർച്ച ചെയ്തൊരു വിഷയമാണ്. മുസ്ലിം സമുദായത്തിന്റെ ആളുകൾക്ക് എത്ര പാപം ചെയ്താലും കുഴപ്പമില്ല, പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരുമെന്നാണ് അവരുടെ ഉസ്താദന്മാർ ഇങ്ങനെ പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിന്റെ ആളുകളെ ലഹരി അതുപോലുള്ള വിഷയങ്ങളിലും തെറ്റുകുറ്റങ്ങളിൽ ഏർപ്പെടുന്ന വിഭാഗത്തിൽ മുസ്ലിം ആളുകളാണ് കൂടുതൽ കാണുന്നത് എന്ന് തൊടുപുഴക്കാരനായ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി. പലപ്പോഴും ഒരുപക്ഷെ നാമോ അങ്ങനെ ചിന്തിക്കാതിരുന്നിട്ടില്ല, ഇല്ലേ? നിങ്ങൾ എന്ത് ചെയ്താലും, കള്ളു കുടിച്ചാലും പെണ്ണു പിടിച്ചാലും എന്ത് ചെയ്താലും അല്ല പുറത്തു തരും, അല്ല പുറത്തു തരുമെന്നിങ്ങനെ പ്രഭാഷകന്മാരുടെ പ്രസംഗം നിങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങളും തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടാവാം. എല്ലാം ചെയ്താലും കുഴപ്പമില്ല, അല്ല പുറത്തു തരുന്നവനല്ലേ. അള്ളാഹു പുറത്തു തരും. പക്ഷെ അള്ളാഹു പുറത്തു തരുന്നതിന് കൃത്യമായ നിബന്ധനകൾ അള്ളാഹു നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. തൗബയാണല്ലോ വൻ പാപങ്ങളെ പുറത്തു തരാൻ അള്ളാഹു നമുക്ക് നൽകിയത് തൗബയാണ്. ആ തൗബ തോന്നുമ്പോ ചെയ്യാനുള്ളതല്ല. ആ തൗബയ്ക്ക് കൃത്യമായി ഷെറുത്തുണ്ട്. ആ ഷെറുത്ത് പാലിക്കപ്പെട്ടിട്ട് തൗബ ചെയ്യുമ്പോഴാണ് നിന്റെ ജീവിതത്തിലെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുന്നത്. അതിലൊന്നാമത്തെ ഷെറുത്ത്, ഇപ്പൊ ചെയ്ത തെറ്റ് കൃത്യമായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടു, ഇനി ഞാൻ അതിലേക്ക് കടന്നു പോവില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്യണമെന്നുള്ളതാണ്. ഇന്ന് തൗബ ചെയ്തു, നാളെ വീണ്ടും ആ തെറ്റിലേക്ക് കടന്നു പോവലല്ല. അള്ളാഹു പറഞ്ഞു പാടില്ല, അതങ്ങനെ തന്നെ മാറ്റിവെക്കാൻ നമുക്ക് കഴിയണം. വിശാലമാണ്, ചർച്ച ചെയ്യാനുണ്ട്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അള്ളാഹു പറയാൻ, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിരുത്തി ഒന്ന് പറഞ്ഞാൽ അള്ളാഹു പറയാൻ നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. ജാഹിലിയത്തിന്റെ സർവമാന പാപങ്ങളിലൂടെയും കടന്നുപോയ മനുഷ്യനായിരുന്നു ഉമർ. ഉമറിന്റെ ജാഹിലിയത്തിൽ ഉമർ ചെയ്യാത്ത തെറ്റുകളില്ലത്രേ. ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് കടന്നു വന്നപ്പോ അള്ളാന്റെ റസൂൽ പറഞ്ഞത്, ഉമറേ, നിന്റെ കഴിഞ്ഞു പോയ പാപങ്ങൾ അള്ളാഹു നിനക്ക് പുറത്തു തന്നു എന്നാണ്. ഉമറിന് സമാധാനമായില്ല. പിൽക്കാലത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ജീവിച്ചത് തന്റെ ജാഹിലിയത്തിൽ സംഭവിച്ചു പോയ ആ തെറ്റുകൾക്ക് പരിഹാരമെന്നോളം തന്റെ ജീവിതത്തെ ഒരു പ്രായച്ചിത്തമായിട്ട് ജീവിച്ചു തീർക്കുകയായിരുന്നു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഉമർ തങ്ങളെ കാണാം, കത്തിച്ചു വെച്ച വിളക്കിന്റെ മുമ്പിലേക്ക് തന്റെ വിരൽ ചേർത്തു വെക്കും. ഉമർ കത്തിച്ചു വെച്ച വിളക്കിലേക്ക്, വൈകുന്നേര സമയത്ത് വെളിച്ചത്തിനു വേണ്ടി കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിലേക്ക് ഉമർ തങ്ങളുടെ കൈ നീട്ടുമായിരുന്നത്രേ. ആ കൈ നല്ലതുപോലെ ചൂട് പിടിക്കുമ്പോ പെട്ടെന്ന് ഉമർ പുറകോട്ട് വലിക്കും. ഭൃത്യൻ ചോദിച്ചു, ഉമറേ, എന്തിനാണ് നീ കത്തിച്ചു വെച്ച വിളക്കിലേക്ക് ഇങ്ങനെ വിരൽ കൊണ്ടുപോയിട്ട് ചൂട് പിടിക്കുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, സഹോദരാ, ഈ കാണുന്ന ചെറിയ മെഴുകുതിരി നാളത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഈ ചെറിയ തീ പോലും ഉമറിന്റെ ശരീരത്തിന്റെ ഒരു വിരലിന് താങ്ങാൻ കഴിയണില്ല. പടച്ചറബെങ്ങാനും മനുഷ്യനെയും കല്ലുകളെയും കത്തിക്കുന്ന നരകത്തിലേക്ക് എന്നെ വലിച്ചെറിഞ്ഞാൽ ഞാൻ എങ്ങനെയാണത് സഹിക്കുന്നത് എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മജൂസിയുടെ കുത്തേറ്റ് കിടക്കുന്ന സമയത്ത് പൊന്നുമകൻ ഉമറിന്റെ തലയെടുത്ത് മടിയിൽ വെക്കുമ്പോ മകനോട് ആ ഉമറാണ് പറഞ്ഞത്, മോനെ അബ്ദുല്ലാ, എന്റെ തലയെടുത്ത് നീ മണ്ണിലേക്ക് ഇടണം. എന്റെ തല കിടന്നിട്ട് ഈ പച്ച മണ്ണിൽ കിടന്ന് ഉരുളുന്ന കണ്ടിട്ടെങ്കിലും എന്റെ റബ്ബിന് എന്നോട് കരുണ തോന്നട്ടെ എന്ന് ഇസ്ലാമിന്റെ റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ ജീവിതം ഒരു പ്രായച്ചിത്തമായിട്ട് ജീവിച്ചു തീർക്കുകയായിരുന്നു.
അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഉമറേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് നിന്റെ ജീവിതത്തിൽ വന്ന പാപങ്ങളെല്ലാം നിനക്ക് പുറത്തു തരികയാണ്. നിന്റെ ജീവിതത്തിലെ പാപങ്ങളെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് കടന്നു വരുമ്പോ പടച്ച റബ്ബ് നിനക്ക് പുറത്തു തരികയാ. നിന്റെ ജീവിതത്തിൽ നിസ്കാരമില്ലെങ്കിലും നോമ്പില്ലെങ്കിലും ഇതര സൽക്രമങ്ങളൊന്നുമില്ലെങ്കിലും പടച്ച റബ്ബ് നിന്റെ പാപങ്ങൾ പുറത്തു തരികയാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ പ്രവാചകൻ തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തെങ്കില് ചിന്തിക്കണേ വാപ്പാ, നിത്യേന പാപങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരല്ലേ നമ്മള് കണ്ടതും നമ്മൾ കേട്ടതുമെല്ലാം പാപങ്ങളല്ലേ. അല്ലാഹുവിന്റെ റസൂലിന്റെ പിതൃവ്യനായ കൊച്ചാപ്പയായ അബ്ദുൽ മുത്തലിബിന് അല്ലാഹു നൽകാത്ത, അബൂ താലിബിന് പടച്ച റബ്ബ് നൽകാത്ത ഹിദായത്ത് അല്ലാഹു നമ്മുടെ ഹൃദയത്തിലേക്ക് തന്നില്ല വാപ്പാ. അല്ലാഹുവിനോട് എത്ര നന്ദി പറഞ്ഞാലാ മതിയാവാത്തത്. തന്റെ മരണാസന്നനായി കിടക്കുന്ന അബൂ താലിബിന്റെ ചാരത്ത് വന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണേ. കാരണം നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ അത്രമേൽ ഞാൻ ഇഷ്ടപ്പെടുകയാണ്, താല്പര്യപ്പെടുകയാ. നിങ്ങൾ അല്ലാഹുവിന്റെ വിശുദ്ധ ദീനിനെ അംഗീകരിക്കണേ എന്ന് പറയുമ്പോ അവിടെയാണ് അബൂ താലിബ് പറയുന്നത്, മുഹമ്മദേ, നിന്റെ മതമത് സത്യമാണെന്ന് എനിക്കറിയാം, നിന്റെ അല്ലാഹ് ഏകനാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ എന്റെ പൂർവികരുടെ മതം വിട്ടിട്ട് മറ്റൊരു മതത്തിലേക്ക് കടന്നു വന്നാൽ എന്റെ മരണശേഷം ആളുകൾ എന്നെ കുറിച്ച് മോശമായ അഭിപ്രായം പറയൂ. അതുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരില്ല. അബ്ദുൽ മുത്തലിബിന്റെ മതവും പേറിയിട്ട് ഞാൻ മരിക്കുകയാണെന്ന് അബൂ താലിബ് തന്നെ മരണാസന്നനായി കിടക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുമ്പോ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഹബീബായ പ്രവാചകൻ തങ്ങൾ പറയുകയാ, അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി പാപമോചനം തേടണ്ടാന്ന്, നിങ്ങൾക്ക് പുറത്തു തരാൻ ചോദിക്കാൻ പാടില്ലെന്ന് അല്ലാഹു പറയുന്ന കാലത്തോളം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ട് അബൂ താലിബിന്റെ ശരീരത്തേക്ക് റിസാലത്തിന്റെ കൈവച്ചിട്ട് തടയാൻ തുടങ്ങുമ്പോ ആകാശത്തിന്റെ മേഘപാളികൾ കീറിമുറിച്ചിട്ട് സയ്യിദുനാ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂലോട് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അങ്ങ് ഉദ്ദേശിക്കുന്നവർക്കല്ല അല്ലാഹു ഹിദായത്ത് കൊടുക്കുന്നത്, പടച്ച റബ്ബ് ഇഷ്ടപ്പെട്ടവർക്കാണ് അല്ലാഹു ഹിദായത്ത് കൊടുക്കുന്നത്. നബിയേ, അവിശ്വാസം പേറിയിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോയാൽ ആ മനുഷ്യൻ അല്ലാഹുവിന്റെ പാപമോചനമില്ല, അവന്റെ പാപം പൊറുക്കാൻ പ്രാർത്ഥിക്കരുതേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഹബീബായ പ്രവാചകൻ തങ്ങളോട് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹയാണ് പറഞ്ഞത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാത്തവന് വേണ്ടി പാപമോചനം തേടാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അവൻ അല്ലാഹു പുറത്തു കൊടുക്കില്ല എന്ന് സാരം. നബിയെ, മുസ്ലിമായിട്ടല്ലാതെ ഈ ലോകത്തു നിന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ മരിച്ചു പോയാൽ ആ മനുഷ്യന് വേണ്ടി അങ്ങ് പൊറുക്കലിനെ തേടല്ല നബിയെ. കാരണം അല്ലാഹു പുറത്തു കൊടുക്കുന്നത് ആർക്കെന്നറിയോ? ഹൃദയത്തിന്റെ ഉള്ളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹയല്ലാതെ മറ്റൊരിലാഹില്ലെന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ ഉറപ്പിച്ചിട്ട്, മനസ്സിൽ ഉറപ്പിച്ചിട്ട് നാവ് കൊണ്ട് പറയുന്ന മനുഷ്യനോട് അല്ലാഹ് പറയുകയാണ്, നിനക്കാണ് ഞാൻ പുറത്തു തരുന്നത്. നീ നിസ്കരിച്ചില്ലെങ്കിലും നോമ്പ് പിടിച്ചില്ലെങ്കിലും ഒരു കർമ്മവും നിന്റെ ജീവിതത്തിൽ വന്നില്ലെങ്കിലോ അല്ലാഹ് പറയാ, പൊന്നിച്ചു പോലെ നീ വിശ്വാസം നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ രൂഢമൂലമാണോ, പടച്ച റബ്ബ് നിനക്ക് പുറത്തു തരികയാ. നിങ്ങൾക്കറിയുമല്ലോ, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടാൽ
കൊന്നുകളയാ കടന്നു വന്ന മനുഷ്യനാണ് യമാമയുടെ ഭരണാധികാരി സുമാമത്ത് ഇബ്നു ഉസാൽ. യമാമയുടെ ഭരണാധികാരിയായ മനുഷ്യനാണ് സുമാമത്ത് ഇബ്നു ഉസാൽ. അല്ലാഹുവിന്റെ റസൂലിനെ എവിടെ കണ്ടാലും കൊന്നുകളയണമെന്ന് വിശുദ്ധ ഇസ്ലാമിനോട് മനസ്സിന്റെ ഉള്ളിൽ അത്രമേൽ വിദ്വേഷം വെച്ചു പുലർത്തിയ ആളാണ് യമാമയുടെ ഭരണാധികാരിയായ സുമാമത്ത് ഇബ്നു ഉസാൽ. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിനെ പതിയിരുന്നിട്ട് കൊന്നുകളയാൻ സുമാമത്ത് ഇബ്നു ഉസാൽ കാത്തിരിക്കുകയാ. പാതിരാത്രിയുടെ മറവിൽ അല്ലാഹുവിന്റെ റസൂൽ മെല്ലെ കടന്നു വരുമ്പോ സുമാമത്ത് ഇബ്നു ഉസാൽ തന്റെ അരയിൽ നിന്ന് വാള് വലിച്ചൂരുകയാ. സുബ്ഹാനല്ലാഹ്. പ്രവാചകന്റെ മുമ്പിലേക്ക് ചാടി വീണിട്ട് പ്രവാചകന്റെ റിസാലത്തിന്റെ കഴുത്തില് സുമാമത്ത് ഇബ്നു ഉസാൽ തന്റെ വാളോങ്ങുമ്പോ സുമാമയുടെ പിതൃവ്യം വന്നിട്ട് തടഞ്ഞിട്ട് പറയുന്നു, സുമാമ, മുഹമ്മദിനെ നീ കൊന്നുകളയരുതേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രവാചകനെ സഹായിക്കുകയാണ്. കഷ്ടിച്ചു പ്രവാചകൻ രക്ഷപ്പെടുകയാ. അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ അവസരം പാർത്തു നിന്ന സുമാമയുടെ മുമ്പിൽ ഒരു അസുലഭ സന്ദർഭം വന്നെത്തിയിട്ട് സുമാമയ്ക്ക് പ്രിയമുള്ളവരെ ആ അവസരം വിനിയോഗിക്കാൻ കഴിയാതെ പോയതിന്റെ ദേഷ്യം കാരണം പാതിരാത്രി സമയത്ത് പതിയിരുന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിൽപ്പെട്ട പലരെയും പച്ചക്ക് കൊന്നുകളഞ്ഞു. റസൂലുള്ളാഹിനെ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, മുഹമ്മദിന്റെ അനുയായികളെ വകവരുത്തുമെന്ന് വിളിച്ചു പറഞ്ഞു. പാതിരാത്രി സമയത്ത് പതിയിരുന്നിട്ട് പ്രവാചകന്റെ സഹാബത്തിൽപ്പെട്ട പലരെയും അതാ സുമാമത്ത് ഇബ്നു ഉസാൽ കൊന്നുകളയുകയാ. മദീനത്തെ പള്ളിയിൽ അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുമ്പോ ഒരു സഹാബി കടന്നു വരുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല നബിയേ, സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല നബിയേ. ഞങ്ങളുടെ സഹാബത്തിൽപ്പെട്ട പലരെയും സുമാമത്ത് ഇബ്നു ഉസാൽ കൊന്നുകളഞ്ഞു നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പ് വന്ന് സഹാബത്ത് ഇത് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാ, സുമാമത്ത് ഇബ്നു ഉസാലിനെ എവിടെ കണ്ടാലും നിങ്ങൾ കൊന്നുകളഞ്ഞേക്കണേ സഹാബാ. ഊരിപ്പിടിച്ച വാളുമായിട്ട് സുമാമത്ത് ഇബ്നു ഉസാലിനെ അന്വേഷിച്ചു സഹാബത്ത് പരുതുകയാ. ചിലർക്ക് സുമാമയെ നന്നായിട്ടറിയാം, ചില സഹാബത്ത് സുമാമയെ കണ്ടിട്ട് പോലുമില്ല. ആ സമയത്താണ് സുമാമ ജാഹിലിയ്യത്തിന്റെ ഉംറ നിർവഹിക്കാൻ വേണ്ടി മദീനത്തു നിന്നും മക്കയിലേക്കുള്ള യാത്രാമധ്യേ പാതിരാത്രി സമയത്ത് ഊരിപ്പിടിച്ച വാളുമായി നടക്കുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിനെ കണ്ടപ്പോ സുമാമയതാ ഈ തപ്പരയുടെ പുറകിലേക്ക് കടന്നു പോയിട്ട് ഒളിച്ചിരിക്കുകയാ. പന്തിയില്ലാത്തൊരു മനുഷ്യനെ കണ്ടപ്പോ സഹാബത്തിന് സംശയം തോന്നുകയാണ്, എന്താണ് ഈ മനുഷ്യൻ ഇങ്ങനെ അപരിചിതനായ ഒരു മനുഷ്യൻ, എന്താണ് അപ്രതീക്ഷിതമായിട്ട് ചിന്തിക്കാത്ത പലതും ഇങ്ങനെ പാതിരാത്രി ചെയ്യുന്നത്. പന്തികേട് തോന്നിയ സഹാബത്ത് സുമാമത്ത് ഇബ്നു ഉസാലാണെന്ന് തിരിച്ചറിയാതെ ആ മനുഷ്യനെ ഈത്തപ്പന നാരിൽ ബന്ധിപ്പിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധ മദീനയിൽ കൊണ്ട് കെട്ടിയിടുകയാ. പ്രവാചകൻ വരട്ടെ സുബഹിക്ക്, എന്നിട്ട് റസൂലുള്ള പറയട്ടെ എന്താ ചെയ്യേണ്ടതെന്ന്. സഹാബത്ത് ഈത്തപ്പനയുടെ കയറുണ്ടാക്കിയിട്ട് സുമാമത്ത് ഇബ്നു ഉസാലിന്റെ കൈകാലുകളിൽ കെട്ടിയിട്ട് പരിശുദ്ധമായ മദീനത്തെ പള്ളിയുടെ തൂണിൽ ബന്ധിപ്പിക്കുകയാണ്. പെങ്ങളെ, പ്രഭാതത്തിൽ ബിലാലിന്റെ ബാങ്ക് കേട്ട് മദീനയെല്ലാം ഉണർന്നു. ഹബീബായ തങ്ങള് മദീനത്തെ പള്ളിയിലേക്ക് കടന്നു വരികയാ. ആ സമയത്ത് നോക്കുമ്പോൾ അല്ലാഹ് മദീനത്തെ പള്ളിയുടെ തൂണിൽ ഒരു മനുഷ്യനെ ഈത്തപ്പന നാരുകൊണ്ട് സഹാബത്ത് കെട്ടിയിട്ടിരിക്കുന്നതാണ് കാണുന്നത്. സഹാബത്തിന്റെ മുഖത്തേക്ക് പ്രവാചകനൊന്ന് നോക്കിയിട്ട് ചിരിച്ചു. പിന്നീടാണ് തൂണിൽ ബന്ധിപ്പിച്ച് കിടക്കുന്ന മനുഷ്യനെ നോക്കിയത്. സഹാബത്തിനോട് പ്രവാചകൻ ചോദിക്കുന്നു, സഹാബാ, ഈത്തപ്പന നാരിൽ നിങ്ങൾ ബന്ധിപ്പിച്ചിട്ട് ഈ തൂണിൽ കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്ന ഈ മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയോ സഹാബാ? സഹാബത്ത് പറയുന്നു, നബിയേ, പാതിരാത്രി സമയത്ത് പന്തികേട് തോന്നിയപ്പോ, സംശയം തോന്നിയപ്പോ ഞങ്ങൾ പിടിച്ചുകൊണ്ട് വന്നയാളാ. ആരാണെന്നറിയില്ല നബിയേ, ശത്രുവാണോ മിത്രമാണോ എന്നറിയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂലും മെല്ലെ പുഞ്ചിരി തൂകിയിട്ട് സഹാബത്തിനോട് പറയുന്നു, സഹാബാ, ഇതാരാണെന്ന്
ആരെന്നറിയോ? യമാമയുടെ ഭരണാധികാരി സുമാമത്ത് ഇബ്നു ഉസാല. സഹാബത്ത് ഞെട്ടിപ്പോവുകയാണ്. അല്ലാഹ് കണ്ടാൽ കൊന്നുകളയണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ശത്രുവല്ലേ? സഹാബത്ത് തന്റെ വാൾത്തലമല്ല അരയിൽ നിന്ന് വലിച്ചൂരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വേണ്ട സഹാബത്തെ, ആ മനുഷ്യരോട് മോശമായ വാക്ക് പറയരുത്, ആ മനുഷ്യനെ പ്രയാസപ്പെടുത്തരുത്, ആ മനുഷ്യന് വേണ്ട വിധത്തിലുള്ള സൽക്കാരങ്ങൾ ചെയ്തു കൊടുക്കണേ. സഹാബത്ത് വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ട് ഭാര്യമാരോട് പറയുകയാ, 3 ദിവസം സുമാമത്ത് ഇബ്നു ഉസാല അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന്റെ കസ്റ്റഡിയിലാണ്. ഓരോ ദിവസവും സുമാമത്ത് ഇബ്നു ഉസാലിനെ കഴിക്കാൻ ഭക്ഷണം കൊടുക്കൂ. വൈകുന്നേരമാകുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് കടന്നു വന്നിട്ട് ചോദിക്കുമത്രേ, മാതാ ഇൻദകയാ സുമാമാ, സുമാമാ നിന്റെ വിശേഷങ്ങൾ എന്താണ് സുമാമാ? ഇന്ദി മുഹമ്മദുൻ ഖൈർ, മുഹമ്മദേ എനിക്ക് സുഖമാണ്. നീ എന്നെ കൊല്ലാനാണ് ഉത്തരവിടുന്നെങ്കിൽ ഞാൻ കൊല്ലപ്പെടാൻ അർഹതപ്പെട്ടവനാണ്. കാരണം ഞാൻ നിന്റെ സഹാബിമാരിൽപ്പെട്ട പലരെയും കൊന്നുകളഞ്ഞിട്ടുണ്ട്. നീ എന്നെ വെറുതെ വിട്ടാൽ ഞാൻ നന്ദിയുള്ളവനാ. നിനക്ക് സമ്പത്ത് വേണോ? സമ്പത്ത് തരാം. അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞില്ല. 2ാമത്തെ ദിവസവും ഭക്ഷണം കഴിച്ചിട്ടിരിക്കുമ്പോ പ്രവാചകന്റെ 1ാമത്തെ ചോദ്യം തന്നെ ആവർത്തിച്ചു, മാതാ ഇൻദകയാ സുമാമാ, സുമാമാ നിന്റെ വിശേഷങ്ങൾ എന്താ? 1ാമത്തെ ദിവസം പറഞ്ഞ മറുപടി തന്നെ സുമാമ ആവർത്തിച്ചു. അല്ലാഹുവിന്റെ റസൂൽ ഒന്നും മിണ്ടിയില്ല, തിരിച്ചുപോയി. 3ാമത്തെ ദിവസവും സുമാമയോട് പ്രവാചകൻ വന്ന് ചോദിക്കുന്നു, മാതാ ഇൻദകയാ സുമാമാ, നിന്റെ വിശേഷമൊന്ന് പറയൂ സുമാമാ. സുമാമ പറഞ്ഞു, മുഹമ്മദേ എനിക്ക് സുഖമാണ്, സുഖമാണ്. നീ എന്നെ കൊന്നുകളയാനാണ് ഉത്തരവിടുന്നെങ്കിൽ കൊല്ലപ്പെടാൻ ഞാൻ അർഹനാണ്. നിന്റെ സഹാബത്തിൽപ്പെട്ട പലരെയും ഞാൻ കൊന്നുകളഞ്ഞിട്ടുണ്ട്. സുമാമയുടെ സ്വപ്നത്തിൽ പോലും സുമാമ വിചാരിച്ചിട്ടില്ല അബൂബക്കറും ഉമറും ഉസ്മാനും അലിയുമുള്ള ഇസ്ലാമിന്റെ പോർക്കളത്തില് തന്റെ വാളുകൊണ്ട് മാസ്മരീകത കാണിക്കുന്ന സഹാബത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാമെന്ന് സുമാമ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. സുമാമ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അബൂബക്കറിന്റെ വാള്, സുമാമ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഉമറിന്റെ വാള്. അബൂബക്കർ എന്നെ വെറുതെ വിട്ടാലും ഉമർ വിടൂല, എന്നെ കൊന്നുകളയുമെന്നുള്ളത് തീർച്ചയാണ്. അവിടെയാണ് റിസാലത്തിന്റെ നാവ് മന്ത്രിച്ചത്. സഹാബത്തെ, സുമാമയുടെ കൈകാലുകളിലെ കെട്ടുകൾ നിങ്ങൾ അഴിക്കണേ, സുമാമയെ നിങ്ങൾ സ്വതന്ത്രനാക്കുക. സുമാമ എവിടെ നിന്നാണോ വന്നത് അങ്ങോട്ട് തന്നെ തിരിച്ചു പോക്കോട്ടെ. സുമാമയുടെ ഹൃദയത്തിനുള്ളിൽ വല്ലാത്തൊരങ്കലാപ്പ്. കൊല്ലാനാണോ വളർത്താനാണോ അറിയില്ലല്ലോ. എന്തിനാണ് മുഹമ്മദ് എന്നോട് വിശാലത കാണിക്കുന്നത്? സുമാമത്ത് ഇബ്നു ഉസാലത സഹാബത്തിന്റെ മുമ്പ് നിന്ന് തന്റെ ഒട്ടകപ്പുറത്തു കീഴിൽ രക്ഷപ്പെടുകയാ. തന്റെ ഒട്ടകം മെല്ലെ മെല്ലെ മുന്നോട്ട് നീങ്ങുമ്പോ സുമാമയുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഹിദായത്തിന്റെ കുളിർക്കാറ്റ് വീശുകയാ. സുമാമ തന്റെ ഒട്ടകപ്പുറത്ത് താഴേക്ക് ഇറങ്ങി. പെങ്ങളെ, ജന്നത്തുൽ ബഖീയുടെ ചാരത്തുള്ള ആ പുഴയിലേക്ക് ഇറങ്ങിയിട്ട് സുമാമ തന്റെ കൈകാലുകൾ വൃത്തിയാക്കി സുബ്ഹാനല്ലാഹ് തിരിച്ചു നടക്കുകയാണ് മദീനത്തെ പള്ളിയിലേക്ക്. പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പരിശുദ്ധമായ മദീനത്തുൻ നബവിയില് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ഒരുമിച്ചിരിക്കുമ്പോ ശത്രുപക്ഷത്തു നിന്ന് കടന്നു വന്ന മനുഷ്യനെ സ്വതന്ത്രരാക്കി വിട്ടിട്ട് ആ മനുഷ്യനും പിന്നെയും അതാ കടന്നു വന്നിരിക്കുന്നുവോ. എന്തിനാണ് സുമാമ കടന്നു വന്നതെന്നറിയാതെ സഹാബത്ത് ആശ്ചര്യത്തോടെ ഇരിക്കുമ്പോ സുമാമയുടെ കണ്ണുനീര് ബാഷ്പകണങ്ങൾ പോലെ വെളിയിലേക്ക് ഒഴുകുകയാ. റസൂലുള്ളാഹിന്റെ കൈ പിടിക്കുകയാ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്.
അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടാ കൊന്നുകളയാൻ തീരുമാനിച്ച സുമാമ ഹിദായത്തിന്റെ വാതായനങ്ങൾ പടച്ച റബ്ബ് ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് തുറന്നിട്ട് കൊടുത്തപ്പോ റസൂലുള്ളാഹിന്റെ കൈ പിടിച്ചിട്ട് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നു സുമാമത്ത് ബിൻ ഉസാല്. ചോദിക്കുന്നു സുമാമത്ത് ബിൻ ഉസാല്, നബിയേ ഞാൻ അങ്ങയുടെ സഹാബത്തിൽപ്പെട്ട പലരെയും കൊന്നുകളഞ്ഞിട്ടുണ്ട്, അങ്ങനെ കൊന്നുകളയൂ നബിയേ, കൊല്ലാൻ ഉത്തരവിടൂ നബിയേ. അങ്ങയുടെ സഹാബത്തിനെ കൊന്നുകളഞ്ഞവനാ സുമാമത്ത് ബിൻ ഉസാല്. അല്ലാഹുവിന്റെ റസൂൽ സുമാമത്ത് ബിൻ ഉസാലിനോട് പറയുന്നു, സുമാമ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ പരിശുദ്ധ കലിമ നിന്റെ വാക്കുകൊണ്ട് നിന്റെ നാവ് കൊണ്ട് പറഞ്ഞപ്പോ, നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നീ ഉറപ്പിച്ചപ്പോ, നിന്റെ ജാഗരീയത്തിൽ സംഭവിച്ചു പോയതെല്ലാം പടച്ച റബ്ബ് നിനക്ക് പുറത്തു തന്നു. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. സുമാമ സംഭവിച്ചു പോയത് പടച്ച റബ്ബ് നിനക്ക് പുറത്തു തന്നിട്ടുണ്ട് സുമാമ. സുമാമത്ത് ബിൻ ഉസാല് തീർന്നില്ല, പ്രവാചകനോട് ചോദ്യങ്ങൾ ആവർത്തിക്കുകയാ. നബിയേ ഞാൻ മക്കയിലേക്ക് ഉംറ ചെയ്യാനുള്ള യാത്രക്കിടയിലാണ് അങ്ങയുടെ സഹാബത്തെന്നെ പിടിച്ചുകൊണ്ടുവന്നത്. ഞാൻ ഉംറ ചെയ്യണോ നബിയേ, അതല്ല തിരിച്ചു ഞാൻ വീട്ടിലേക്ക് പോണോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സുമാമ ജാഹിലിയ്യത്തിന്റെ ഉംറയല്ല നീ ചെയ്യേണ്ടത്, ലാത്തയും ഉസ്സയും മനാത്തയും അടക്കം സ്ഥാപിക്കപ്പെട്ട കഅബ ശരീഫിന്റെ ചാരത്ത് പോയിട്ട് തവാഫ് ചെയ്യലല്ല ഉംറ. വിശുദ്ധമായ ഇസ്ലാമിന്റെ ഉംറയെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സുമാമത്ത് ബിൻ ഉസാലിനെ കൃത്യമായി പരിചയപ്പെടുത്തി കൊടുക്കുകയാ. അതുവരെ ശത്രുപക്ഷത്ത് നിലയുറപ്പിച്ച സുമാമ പെങ്ങളെ വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സന്തോഷത്തില് കഅബ ശരീഫിന്റെ മത്താഫിലേക്ക് കടന്നു ചെല്ലുകയാ. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. ആദ്യമായിട്ട് കഅബ ശരീഫിന്റെ മത്താഫിൽ കയറി നിന്നിട്ട് തൽബിയത്ത് ഉറക്കെ വിളിച്ചു പറഞ്ഞ ഒരു സഹാബിയെ നിങ്ങൾക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുമെങ്കിൽ അതാരെന്നറിയോ? സയ്യിദുനാ സുമാമത്ത് ബിൻ ഉസാല് റളിയല്ലാഹു അൻഹു. പരിശുദ്ധ ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നപ്പോ അല്ലാഹു പറയാൻ, നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന പാപങ്ങളെ നിനക്ക് ഞാൻ പൊരുത്തപ്പെട്ടു തന്നിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. ഈ വിശ്വാസം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ രൂഢമൂലമാകണം. ഒരു കാറ്റിനും ഒരു കോളിനും ഒരു പേമാരിക്കും ഒരു ആദർശത്തിനും നമ്മളെ ഇളക്കാൻ കഴിയാത്ത തരത്തിൽ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ പരിശുദ്ധ കലിമ ഉറക്കണം. അല്ലാഹു പറഞ്ഞു, ഒന്നാമത്തെ ഡിമാൻഡ് അതാണ്. ലാ ഇലാഹ ഇല്ല നിങ്ങളുടെ മനസ്സിലുണ്ടോ? നിങ്ങൾ എന്നെ കണ്ടുമുട്ടുന്ന നാള് എത്ര പാപങ്ങളുമായിട്ടാണ് നിങ്ങൾ കടന്നു വരുന്നതെങ്കിലും അല്ലാഹു പറയാൻ, നിന്റെ പാപത്തിനനുസൃതമായിട്ടുള്ള പാപമോചനവുമായി നിനക്കെന്നെ അവിടെ കണ്ടുമുട്ടാൻ കഴിയുമെന്ന് അല്ലാഹു ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞുവെന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉറക്കെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അല്ലാഹു പറയാൻ, നിന്റെ പാപങ്ങൾ പൊറുക്കാൻ ഒന്നാമത്തെ ഡിമാൻഡ് അല്ലാഹു പറഞ്ഞു. എന്താണ്? അല്ലാഹു പറഞ്ഞു, നിന്റെ പാപങ്ങൾ ഞാൻ പുറത്തു തരണോ? ഹൃദയത്തിൽ ഉറപ്പിക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. എങ്ങനെ ഉറപ്പിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്? കേവലം വാക്കുകൊണ്ട് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കേണ്ടതല്ല. കാരണം അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഈ ചൂടും വിയർപ്പ് കണങ്ങളൊക്കെ നാളെ മഹ്ശറയുടെ ഭീമാകാരമായ ദിവസം അല്ലാഹു നിർഭയത്വത്തിന് കാരണമാക്കട്ടെ, അല്ലാഹു നിർഭയത്വത്തിന് കാരണമാക്കട്ടെ. ദുനിയാവിന്റെ ചൂടിനേക്കാൾ അപ്പുറം നമുക്ക് ഈ ചൂട് ഇപ്പൊ താങ്ങാൻ കഴിയണില്ലേ? റമദാനിൽ ഈ ചൂടെന്ന് പറയുമ്പോൾ നമുക്ക് താങ്ങാൻ കഴിയണില്ല. ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിൽ ഒരു മീഡിയം കാലാവസ്ഥയാണ് തോന്നുന്നു ഈ സമയത്തല്ലേ. ഒരു ചൂടും ഇല്ല തണുപ്പും അല്ലാത്തൊരു അവസ്ഥയാണ്. പണ്ടൊക്കെ നമ്മളിങ്ങനെ പറയും, പ്രവാസികൾ അത്രമേൽ ചുട്ടുപഴുത്ത ചൂടിൽ മണലാരണ്യത്തിൽ നോമ്പെടുക്കുന്ന ആളുകളെ കുറിച്ച്, ഈത്തപ്പഴം പഴുക്കുന്ന ഒരു സമയത്തെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. സത്യത്തിൽ നമ്മളിപ്പോഴാണ് ഈ ചൂട് അറിയണം. പക്ഷെ എൻ്റെ നാട്ടിലൊക്കെ കോരിച്ചൊരിയുന്ന മഴയാണ് 3-4 ദിവസമായിട്ട്. മക്കളിങ്ങനെ ഓരോ ദിവസം വാട്സപ്പിൽ ഇങ്ങനെ മഴയുടെ വീഡിയോ ഇങ്ങനെ അയച്ചു തരും. ഇവിടെ നല്ല മഴയാണ്.
നമ്മൾ ജനലും തുറന്നിട്ടാൽ AC ഇട്ടാലും ഒപ്പം ഫാൻ ഇട്ടാൽ പോലും നമ്മുടെ വിയർപ്പ് പറ്റണില്ല, അത്രമേൽ ചൂടാണ്. നാട്ടിൽ നല്ല മഴ. പത്രം ഇങ്ങനെ നോക്കുകയാണ്, കോട്ടയം ജില്ലയുടെ വ്യത്യസ്ത മേഖലകളിൽ മഴ കാരണം ജനങ്ങൾ വലയുകയാണ്. തോടൊക്കെ നിറഞ്ഞ് വീടുകളിലൊക്കെ വെള്ളം കയറി മരങ്ങളെല്ലാം ഒടിഞ്ഞു വീണു എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു സുഖം. അവിടെ അനുഭവിക്കുന്നവർക്ക് പ്രയാസം ഉണ്ടെങ്കിലും ഈ ശക്തമായ ചൂടിൽ ആ വാർത്ത കേൾക്കുമ്പോൾ നമുക്കൊരു സുഖം, ഒരു കുളിര് ഇല്ലേ? അള്ളാഹു നമ്മൾ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ നാളെ നമുക്ക് അനുകൂലമാവണം. അവിടാണല്ലോ, ഇവിടെ എല്ലാം പ്രതികൂലാണ്, നമുക്കൊന്നും അനുകൂലമാവൂല. ആവോ? എന്താ മനുഷ്യന്മാരെ, ഇവിടെ നമുക്ക് എന്തെങ്കിലും അനുകൂലമാവോ? ഇല്ല, ഇവിടെ എല്ലാം പ്രതികൂലം തന്നെയാണ്. ഈ പ്രതികൂലം നാളെ നമുക്ക് എന്താവണം? അനുകൂലമാവണം. അവിടെ അനുകൂലമാവണം. ഇവിടെ നമുക്കെല്ലാം പ്രതികൂലം മതി. അവിടെയാണല്ലോ നിസ്സഹായതയുടെ ലോകം, അവിടെയാണ്. ഇവിടെ ചേർത്ത് പിടിക്കാൻ 100 കണക്കിന് ആളുകളുണ്ട് അല്ലേ? ഇവിടെ ഒരു പെണ്ണിന്റെ കല്യാണം റെഡി ആയിട്ടുണ്ട്. ഒരു തരി പൊന്നുപോലും നാളെ കല്യാണ പന്തലിലേക്ക് പോകുമ്പോ ഇല്ല എന്ന് പറഞ്ഞാൽ 100 കണക്കിന് ആളുകൾ ഉണ്ടാവും ചേർത്ത് പിടിക്കാൻ ഇല്ലേ? ആദ്യം ഇറങ്ങും നിങ്ങളുടെ മുസ്തഫാക്ക്, ആദ്യം ഇറങ്ങും, കൂടെ ഹസൈനാരിച്ച് ഇറങ്ങും. 2 ആളുണ്ടെങ്കിൽ എല്ലാം സലാമത്തായി എന്നുള്ളതാണ് ഉളുവാറിന്റെ കാര്യങ്ങളെല്ലാം. അള്ളാഹു സ്വീകരിക്കട്ടെ ഇല്ലേ? ഒരാവശ്യം പറയുമ്പോ എല്ലാവരും ഉണ്ടാവും ചേർത്ത് പിടിക്കാൻ. ദുനിയാവില് വീടില്ല, ഒരു അറ്റാക്ക് സംഭവിച്ച ഒരു സർജറി വേണം, പെട്ടെന്ന് കയറി കിടക്കാൻ ഒരു വീടില്ല. ഒരു ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്താൽ ലക്ഷക്കണക്കിന് അക്കൗണ്ടിൽ വന്നിട്ട് ലാസ്റ്റ് അക്കൗണ്ട് തന്നെ പറയും മതി അയക്കണ്ട എന്ന് പറഞ്ഞ് അത് സ്വന്തമായി ബ്ലോക്കായി പോവാ. ദുനിയാവിൽ സഹായിക്കാൻ 100 കണക്കിന് ആളുകളാണുള്ളത്. നമ്മുടെ ഭാരം ചുമക്കാൻ, അത് ഇറക്കി വെക്കാൻ, ചേർത്തിരിക്കാൻ, കണ്ണുനീര് തുടച്ചു തരാൻ ഒക്കെ ആളുണ്ട്. പരലോകം അങ്ങനെയല്ല. അവിടെ നമ്മള് ദുനിയാവിൽ ചെയ്തു വെച്ച ആ ഒരു സൽക്രമമല്ലാതെ അവിടെ നമുക്ക് ഒന്നുമില്ല. ബാക്കി അവിടെ സഹായിക്കാൻ ഒരാളില്ല, ഷെയർ ചെയ്യാൻ ആളില്ല. മോനെ മോനെ എന്ന് മക്കളെ വിളിച്ചാൽ, ഉമ്മയെ വിളിച്ചാൽ, ഉപ്പയെ വിളിച്ചാൽ ഒരാളും തിരിഞ്ഞു നോക്കാത്ത ലോകമാണ് അള്ളാഹുവിന്റെ മഹ്ശറ. അവിടെ നമുക്ക് സഹായത്തിന് ഉണ്ടാവേണ്ടത് നമ്മുടെ ഈമാൻ തന്നെയാണ്. അവിടെയും അള്ളാഹ് പറഞ്ഞു, ഒന്നാമത്തത് നിന്റെ ഹൃദയത്തിനുള്ളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറപ്പിക്കണം. വേറൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് അള്ളാഹ് പറഞ്ഞു അങ്ങനെയാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് അങ്ങനെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹൃദയത്തിന്റെ ഉള്ളിൽ ഉറപ്പിച്ചാൽ അമലുകൾ കുറവാണെങ്കിലും അള്ളാഹ് പറയുകയാണ് സ്വർഗം നിനക്കുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തും പ്രവാചകൻ തങ്ങളും ഒരു രണാങ്കണത്തിലേക്ക് കടന്നു പോകാൻ തുടങ്ങുകയാണ്. സഹാബത്തതാ ചങ്ങലകളിൽ ബന്ധിപ്പിച്ചൊരു മനുഷ്യനെ കൊണ്ടുവരികയാണ്. ആരാണെന്നറിയോ? മഹാനായ അസ്വദ് റായിയ പിടിച്ചു കൊണ്ടുവരുന്നത്. ആരാണ് വാപ്പാ അസ്വദ് റായി എന്നറിയുമോ? ഇസ്ലാമിന്റെ ശത്രുവാണ്. എങ്ങനെയുള്ള ശത്രുവെന്നറിയോ? വാളെടുത്ത് പോരാടിയ ശത്രുവല്ല. ഇസ്ലാമിന്റെ യുദ്ധതന്ത്രങ്ങളെ ചോർത്തിയിട്ട് ശത്രുപാളയത്തിൽ എത്തിച്ചു കൊടുക്കുന്ന മക്കാ കുഫാറുകളുടെ അടിമയാണ് അസ്വദ് റായി. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് സഹാബത്ത് ചങ്ങലയിൽ ബന്ധിപ്പിച്ചിട്ട് കൊണ്ടുവരികയാ. അബൂബക്കറിന്റെ മുമ്പിൽ, ഉമറിന്റെ മുമ്പിൽ, ഉസ്മാൻ തങ്ങളുടെ മുമ്പില് അല്ലാഹുവേ അസ്വദ് റായിയെ കൊണ്ടു നിർത്തപ്പെടുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, സഹാബാ ആരാണ് സഹാബാ ഇത്? അവിടെയാണ് ഉമർ തങ്ങൾ വാളൂരിയിട്ടാ പറഞ്ഞത്, നബിയേ ഈ മനുഷ്യന് മക്കാ കുഫാറുകളുടെ, ഈ മനുഷ്യൻ മക്കാ കുഫാറുകളുടെ ചാരനാ നബിയേ. ഇസ്ലാമിന്റെ യുദ്ധതന്ത്രങ്ങളെ ശത്രുപാളയത്തിൽ കൊണ്ടെത്തിക്കാൻ കടന്നു വന്ന ചാരനാ നബിയേ, ഞങ്ങളുടെ കയ്യിൽ പെട്ടതാണ്. ഈ മനുഷ്യനെ ഞങ്ങൾ കൊന്നുകളയട്ടെ എന്ന് പ്രവാചകരോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ സമയത്ത് സഹാബത്തിനോട് പറയുന്നു, സഹാബാ വേണ്ട, സഹാബാ വേണ്ട. ആ മനുഷ്യന്റെ കൈകാലുകളിലെ ചങ്ങലകൾ നിങ്ങൾ അഴിച്ചു വിടുക. ആ മനുഷ്യന് സ്വതന്ത്രനാകട്ടെ. സഹാബാ ആ മനുഷ്യൻ എവിടെയാണോ കടന്നു വന്നത് തിരിച്ചു പൊക്കോട്ടെ. ഉമർ തങ്ങൾ കോപം കൊണ്ട് ജ്വലിക്കുകയാ. എന്താണ് പ്രവാചകൻ ഇങ്ങനെ ചെയ്യുന്നത്? എന്തിനാണ് പ്രവാചകൻ ഏറ്റവും നല്ലൊരു ശത്രുവിനെ മുന്നിൽ കിട്ടിയിട്ട് എന്തിനാണ് നിരുപാധികം വിട്ടയക്കുന്നത്? ഇസ്ലാമിന്റെ ചർച്ചകളെല്ലാം ശത്രുപക്ഷത്ത് എത്തിച്ചു കൊടുത്ത ചാരനല്ലയോ?
എന്തിനാണ് ഈ മനുഷ്യനെ എന്തിനാണ് പ്രവാചകൻ വിട്ടയച്ചത്? ഏ സഹോദരങ്ങളെ, പ്രവാചകനെ തെറ്റാറില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ തീരുമാനങ്ങൾ വെറുതെ ആവാറില്ല. കാരണം ഇൻഹുവ ഇല്ലാ വഹ്യു യൂഹാ. അള്ളാഹുവിന്റെ ദിവ്യബോധനം വരാതെ അള്ളാഹുവിന്റെ റസൂല് ഒന്നും പ്രവർത്തിക്കലില്ല, പറയലില്ല. റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ നിന്ന് ആ ശത്രുവത സ്വതന്ത്രനായിട്ട് മെല്ലെ കടന്നു പോകുമ്പോ അള്ളാഹിന്റെ റസൂല് വിളിക്കുന്നു, അസ്വദുർ റാഇ, നിനക്കൊന്ന് ഇസ്ലാമിന്റെ തീരത്തെ കണഞ്ഞൂടെ? നിനക്ക് എന്നെ ഒന്ന് വിശ്വസിച്ചുകൂടെ? എന്റെ റബ്ബിനെ നിനക്കൊന്ന് അംഗീകരിച്ചുകൂടെ? അസ്വദുർ റാഇയോട് പ്രവാചകൻ ഇത് പറയുമ്പോ അസ്വദുർ റാഇ പറയുന്നു, മുഹമ്മദേ, നിന്റെ വിശ്വാസത്തിലേക്ക് ഞാൻ കടന്നു വരാം. നിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാൻ വിശ്വസിക്കാം മുഹമ്മദേ. പക്ഷേ എനിക്കെന്താണ് പ്രയോജനമുള്ളത്? സമ്പത്തുണ്ടോ നീ തരുമോ? അതല്ല അധികാരം തരുമോ? അതല്ല മറ്റെന്തെങ്കിലും ഓഫർ എന്റെ മുമ്പിൽ വെക്കുമോ? ഈ സഹോദരങ്ങളെ, ഓഫറുകളുടെ മുമ്പിൽ കടന്നു വരാനുള്ളതല്ല ഇസ്ലാം. തന്റെ ഇഷ്ടകാമുകന്റെ കൈപിടിച്ച് കടന്നു വരാനുള്ളതല്ല ഇസ്ലാം. ഇസ്ലാം എന്ന് പറയുന്നത് സത്യമതത്തെ കൃത്യമായിട്ട് അറിഞ്ഞു മനസ്സിലാക്കിയിട്ട് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരേണ്ടവരാ. അവസരമില്ലിവിടെ, അധികാരമില്ലിവിടെ, സമ്പത്തില്ലിവിടെ. ഇവിടേക്ക് കടന്നു വന്ന പ്രയാസങ്ങൾ മാത്രമാണ്, ഇവിടെ ദുരിതങ്ങൾ മാത്രമാണ്, ഇവിടെ നൊമ്പരങ്ങൾ മാത്രമാണ്. ഇസ്ലാമിന്റെ സ്വാതന്ത്ര്യ തീരങ്ങളിലേക്ക് കടന്നു വരുന്ന മനുഷ്യ, ദുനിയാവിന്റെ സുഖരസങ്ങൾ കണ്ടിട്ട് നിങ്ങൾ കടന്നു വരണ്ട. മുസ്ലിം സമുദായത്തിന്റെ സുഖരസങ്ങൾ അല്ലാഹുവിന്റെ പരലോകത്താണ്, പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിലാണ്. നമുക്ക് അല്ലാഹു ഏറ്റവും നല്ല അനുഗ്രഹങ്ങൾ പടച്ച റബ്ബ് നമുക്ക് നിറച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഫലസ്തീനിന്റെ മണ്ണില്, പരിശുദ്ധമായ ഗസയുടെ മണ്ണില്, പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനത്തിനു വേണ്ടിയ കരിങ്കല്ല് ചീളുകൾക്ക് ആയുധങ്ങളാക്കിയിട്ട് ഇസ്രായേലിന്റെ സൈനിസത്തോട് ഏറ്റുമുട്ടുന്ന ഫലസ്തീനിന്റെ പിഞ്ചു ബാല്യങ്ങളെ, എന്റെ വാപ്പമാരെ നിങ്ങൾ കാണാറില്ലേ? കരിങ്കല്ല് ചീളുകൾ കൊണ്ട്, AK-47 കൊണ്ട് നിൽക്കുന്ന പട്ടാളക്കാരന്റെ മുഖത്തേക്ക് കരിങ്കല്ല് ചീള് വലിച്ചെറിയുന്ന പാവപ്പെട്ട ഫലസ്തീനിന്റെ പിഞ്ചു ബാല്യങ്ങളെ നിങ്ങൾ കാണാറില്ല വാപ്പാ? ഓരോ ഉമ്മമാരും ഓരോ പൊന്നുമക്കൾക്കും ജന്മം കൊടുക്കുമ്പോ ആദ്യം ആ പൊന്നുമകന്റെ ചെവിയിൽ പറയുന്ന വാക്കെന്തെന്നറിയോ? ഒരേ നിന്നൊരുടെയെങ്കിലും പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സ മോചിപ്പിച്ചെടുക്കണമെന്ന പ്രതിജ്ഞയാണ് ഫലസ്തീനിന്റെ ഉമ്മമാര് പാവപ്പെട്ട പൊന്നുമക്കളുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്ന ആ മന്ത്രമതാണ് വപ്പോ. അല്ലാഹുവേ, കോൺക്രീറ്റ് പാളികൾക്കിടയില് ചിന്നിച്ചിതറിപ്പോയ പൊന്നുമക്കളുടെ കബന്ധങ്ങളും ആറോട് ചേർത്ത് പിടിച്ചിട്ട് ഫലസ്തീനിന്റെ ഉമ്മമാര് പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം എന്താ? അല്ലാഹുവേ, ഇനിയും എനിക്ക് നൂറുകണക്കിന് മക്കൾക്ക് ജന്മം കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ വിമോചനത്തിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ 19 മാസം തിരിഞ്ഞു നിന്ന് നിസ്കരിച്ച പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സ, സൈനിസമേ, ജൂദായിസമേ, നിന്റെ സർവമാന സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ട് ഫലസ്തീനിന്റെ മണ്ണില് ഏത് കൂട്ടക്കുരുതി നടത്തിയാലും വാപ്പാ വാപ്പാ, ഈ രാജ്യവും അതിന്റെ സർവമാന അധികാരങ്ങളോ ഫലസ്തീനിന്റെ മണ്ണിനോട് എതിരിട്ട് നിന്നാലും അവരുടെ ഈമാനിന്റെ മുമ്പ് പതറിപ്പോകും പെങ്ങളെ, അവരുടെ ഈമാനിന്റെ മുമ്പ് അടിയറവ് വെച്ചു പോകും മക്കളെ. അത്രത്തോളം വിശുദ്ധ ഇസ്ലാമിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നെഞ്ചിലേക്ക് ഏറ്റിയവരാണ് ഫലസ്തീനിന്റെ മക്കള്. ഈ പരിശുദ്ധമായ റമളാനിൽ നിട്ടൂരം പാവങ്ങളെ കൊന്നുകളയുമ്പോ ഈ പെങ്ങളെ വിഭവസമൃദ്ധമായ റമളാനിന്റെ ഇഫ്താർ മാമാങ്കങ്ങൾ സംഘടിപ്പിക്കുമ്പോ പുതുവസ്ത്രങ്ങൾ എടുക്കാൻ കാസർഗോഡിന്റെ നഗരപ്രദേശങ്ങളിലൂടെ പകലെന്നില്ല പാതിരാത്രികളില്ലാതെ സജീവമാക്കുന്ന ഈ സമൂഹത്തിന്റെ മക്കളോട് പറയട്ടെ, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കുകളിലുമെല്ലാം റമളാനിന്റെ ഇഫ്താർ ആഘോഷങ്ങൾ മാമാങ്കമാക്കുന്ന വീഡിയോകൾ പ്രദർശിപ്പിക്കുന്നവരോട് 5 മിനിറ്റ് സമയം മാത്രമേ ഉള്ളൂ, ഞങ്ങൾ ഇങ്ങനെ നോമ്പ് തുറക്കാൻ തുടങ്ങുകയാണ്. വിഭവസമൃദ്ധമായ സ്നാക്സുകളും ഭക്ഷണങ്ങളും തീൻമേശയിൽ ഒരുക്കി വെച്ചിട്ട് ഇൻസ്റ്റഗ്രാമിലും ടെലഗ്രാമിലും യൂട്യൂബിലും അടക്കം അപ്ലോഡ് ചെയ്തിട്ട് ആളുകളുടെ ലൈക്കും ഷെയറിനും വേണ്ടി തെണ്ടുന്നവരെ
അല്ലാഹുവേ വിഭവസമൃദ്ധമായ ഭക്ഷണം നിന്റെ അന്നനാളത്തിലൂടെ ആവാസയത്തിലേക്ക് കടന്നു പോകുമ്പോ ഏറ്റവും നല്ല വസ്ത്രം തെരഞ്ഞിട്ട് റമദാനിന്റെ പകലുകളും രാത്രികളും നഗരവീഥികളിൽ സജീവമാക്കുന്ന പെങ്ങളെ, ഫലസ്തീനിന്റെ മക്കളെ മറക്കല്ലേ, ഫലസ്തീനിന്റെ മക്കളെ നിങ്ങൾ മറന്നു പോവല്ലേ. ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ പച്ചവെള്ളം കുടിച്ചിട്ട് നോമ്പ് പിടിക്കുന്ന പടച്ചറബേ, എപ്പോഴാണ് തന്റെ ജീവൻ എടുക്കാൻ ഇസ്രായേലിന്റെ മിസൈൽ കടന്നു വരുന്നതെന്ന് കാത്തിരിക്കുന്ന ചെറുതൊന്നില്ല വലുതൊന്നില്ലാത്ത ഫലസ്തീനിന്റെ പൊന്നുമക്കളെ നിങ്ങൾ മറന്നു പോവല്ലേ. അവരുടെ പ്രയാസം കണ്ടിട്ട് നിങ്ങൾ റമദാനിന്റെ സമയങ്ങളെ ആഘോഷമാക്കല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധ കലിമയിലേക്ക് കടന്നു വരുമ്പോ ഇവിടെ സുഖവാസത്തിന്റെ മതമല്ലിത്, ഇത് സൗകര്യത്തിന്റെ മതമല്ലിത്. പണക്കാരുണ്ടെന്ന് നമ്മൾ പറയുമ്പോഴും അത് ചെലവഴിക്കാൻ മനസ്സുള്ള മനുഷ്യന്റെ മതമാണ് ഇസ്ലാം. പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കാൻ, നിരാശ്രയരായ ആളുകൾക്ക് ആശ്രയമാവാൻ ഈ പരിശുദ്ധ ഇസ്ലാം നമ്മുടെ മുമ്പിലേക്ക് പറഞ്ഞു തരുന്ന ഓരോ സംഗതികളോ നിങ്ങളുടെ ജീവിതത്തോട് നിങ്ങൾ ചേർത്ത് വെക്കണേ പെങ്ങളെ. അതാ അസ്വദറായി പ്രവാചകനോട് ചോദിക്കുന്നത്, മുഹമ്മദ് നിന്റെ മതത്തിലേക്ക് കടന്നു വന്നാൽ നീ എനിക്കെന്താ പ്രതിഫലം തരിക? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, അസ്വദുറായി നീ ഇന്ന് മക്കാ കുഫാറുകളുടെ അടിമയാണ്, നീ ഇന്ന് മക്കാ കുഫാറുകളുടെ അടിമയാണ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് കടന്നു വരുമ്പോ നീ ഒരാളുടെയും അടിമയല്ല, നിന്റെ ഉടമ അല്ലാഹയാണ്, നീ അല്ലാഹുവിന്റെ അടിമയാണ്. മാത്രമല്ല നിന്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ നിനക്ക് പുറത്തു തരുമെന്ന് ഞാൻ നിനക്ക് കരാറ് ചെയ്യുകയാണ്. സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള വഴി ഞാൻ നിന്റെ മുമ്പ് തുറന്നിട്ട് തരികയാ. അല്ലാഹുവിന്റെ റസൂൽ അസ്വദറായിയോട് പറയുമ്പോ സെക്കൻഡ് സമയം എടുത്തില്ല വപ്പാ. അസ്വദറായി പ്രവാചകന്റെ കൈ പിടിച്ചു. അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുവരെ പേര് കേട്ടാൽ സഹാബത്ത് അറപ്പോടെ വെറുപ്പോടെ പെരുമാറിയ അസ്വദ് ആ പേര് കേൾക്കുമ്പോ തർദിയത്ത് പറയണേ. അസ്വദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ കൈ പിടിച്ചിട്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ സ്വാതന്ത്യ തീരങ്ങളിലേക്ക് കടന്നു വരികയാ. യുദ്ധമതാ കൊടുമ്പിരി കൊള്ളുകയാ വപ്പാ. അല്ലാഹുവിന്റെ റസൂലിനോട് അസ്വദ് ചോദിക്കുന്നു, നബിയേ ശത്രുക്കളോട് ഞാനൊന്ന് പോരടിക്കട്ടെ നബിയേ. ഈ കാലം അത്രയും ഇസ്ലാമിനെതിരെ ഞാൻ ചാരപ്പണി എടുത്തവനാ, എനിക്കൊന്ന് ശത്രുവിനോട് നേരിടണം നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് വാളുമേന്തിയിട്ട് അസ്വദ് റളിയല്ലാഹു രണാങ്കണത്തിലേക്ക് കടന്നുപോയി വാപ്പാ. അല്പനേരം കഴിഞ്ഞില്ല 80ഓളം വെട്ടുകളേറ്റ് അസ്വദ് റളിയുടെ ജനാസ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പ് കൊണ്ടുവെക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അമില ഖലീൽ വനാല കസീർ. ആ മനുഷ്യന്റെ കർമ്മങ്ങൾ കുറവാണ്, പക്ഷേ ആ മനുഷ്യന്റെ പ്രതിഫലം വലുതാണെന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മളെ ശുദ്ധീകരിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മളെ പരിശുദ്ധപ്പെടുത്തുകയാണ്. ജീവിതത്തിൽ എല്ലാ സമയത്തും ഇങ്ങനെ കലിമ നമ്മൾ പുതുക്കിക്കൊണ്ടേയിരിക്കണം. എപ്പോഴും പറയണം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ദിക്റിന്റെ സദസ്സുകളിൽ വാപ്പ മരിച്ചിട്ട് 3-ന്റെ അന്ന് മൗലൂദും 40-ന്റെ അന്ന് ദിക്റൊക്കെ നടത്താൻ വേണ്ടി വിളിക്കുമ്പോ ഏറ്റവും കുറഞ്ഞ പക്ഷം നമസ്കരിച്ചിട്ട് അത്തഹിയാത്ത് കഴിഞ്ഞിട്ട് ഇമാമ തിരിഞ്ഞു നിന്നിട്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ പറഞ്ഞു കഴിയുമ്പോൾ പറയും അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന സമയത്ത് ഹൃദയത്തിന്റെ ഉള്ളിൽ നമ്മൾ ഒരു നിയ്യത്ത് കരുതണം. ഹൃദയത്തിന്റെ ഉള്ളിൽ നമ്മൾ നിയ്യത്ത് കരുതണം. വെറുതെ അലക്ഷ്യമായിട്ടിരുന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് പോലല്ല. ഈ വാക്ക് നിസ്സാര വാക്കല്ല. ഈ വാക്ക് നിസ്സാര വാക്കല്ല. ഞാൻ പറഞ്ഞല്ലോ, പലർക്കും അല്ലാഹു കൊടുക്കാതെ പോയ ഒരു വലിയ മഹത്വരം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹിലൂടെ അല്ലാഹു നമുക്ക് തന്നു എന്നുള്ളതാണ്.
നമ്മുടെ അഭിമാനമാണത്, ഇല്ലേ? പാപികളായ നമുക്ക് ഈ കാലമത്രയും അല്ലാഹു ഈ പരിശുദ്ധ കലിമയിൽ നിന്ന് വ്യതിചലിക്കാതെ നമ്മളെ നിലനിർത്തിയില്ലേ? എത്ര ആളുകളാണ് 20, 30, 40 വർഷം മുസ്ലിമായി ജീവിച്ചിട്ട് അവസാനം ഒരു മുഴം കയറിൽ അവരുടെ ജീവിതം അവസാനിപ്പിച്ചു പോയത്, ഈമാൻ നഷ്ടപ്പെടുത്തിയിട്ട് മരണപ്പെട്ടു പോയ വാർത്തകൾ നിങ്ങൾ കാണാറുണ്ട്, ഇല്ലേ? തന്റെ പ്രണയ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് വിശുദ്ധ ഇസ്ലാമിന്റെ മുഖത്ത് കരിവാരി തെച്ചിട്ട് ഈ സമൂഹത്തിന്റെ 18, 19 വയസ്സുള്ള സഹോദരിമാര് അന്യപുരുഷന്റെ കൈപിടിച്ചിറങ്ങിപ്പോയത്. അവിടെയും അല്ലാഹു ഒരു കോട്ടവുമില്ലാതെ, ഒരു വീഴ്ചയുമില്ലാതെ പടച്ചറബ് നമ്മെ ഈ കലിമയിൽ ഈ സമയം വരെ അടിയുറപ്പിച്ചു നിർത്തിയില്ലയോ? ഓരോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹൃദയത്തിന്റെ ഉള്ളിൽ പറയുമ്പോഴും എന്റെ വാപ്പമാർ, ഉമ്മമാര് നീയത്ത് വെക്കണം, അല്ലാഹ് ഇതെന്റെ ജീവിതത്തിന്റെ അവസാന വാക്കാക്കി തരണേ അല്ലാഹ്. നീയത്ത് വെക്കണം. ഓരോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോഴും വാപ്പാടെ ആവട്ടെ, അയൽവാസിയുടെ ആവട്ടെ, ദിക്റിന് വിളിക്കുമ്പോ കേവലം 1000-ഓ 10,000-ഓ 70,000-ഓ ദിക്ർ ചൊല്ലിയതിന്റെ സായുജ്യത്തിലേക്ക് കടന്നു പോവലല്ല, ഹൃദയത്തിൽ ഉറപ്പിക്കണം, അല്ലാഹ് എന്റെ ജീവിതത്തിൽ മരിക്കുന്ന സമയത്ത് ഈ കലിമ എന്റെ ഹൃദയത്തിലും എന്റെ നാവിലും നീ എനിക്ക് തരണേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. നീയത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കാൻ, പ്രിയമുള്ള സഹോദരങ്ങളെ. കാരണം അതാണ് നമ്മുടെ ഏത് പ്രതിസന്ധിയിലും നമ്മളെ പിടിച്ചു നിർത്തുന്നത്, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏത് പ്രയാസത്തിലും പരലോകത്ത് നമുക്ക് തണലാകുന്നത് ഈ വിശ്വാസമാണ്. ഇത് നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ദുനിയാവ് നഷ്ടപ്പെട്ടു, ഇത് നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ആഖിറവും നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞത്, മരണസമയത്ത് നിങ്ങൾക്ക് ഇസ്തിഖാമത്തോടു കൂടി മരിക്കാൻ കഴിയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിൽ ഉറപ്പിച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞാൽ, അങ്ങനെ ഒരു മരണം അല്ലാഹു നിങ്ങൾക്ക് തന്നാൽ, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, മൻ ഖാല ആഖിറു കലാമിഹി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, ആ മനുഷ്യൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചത്രേ. എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന മനുഷ്യന് അല്ലാഹു പാപമോചനം നൽകുകയാണ്. ബക്കറ്റ് എടുക്കാറായോ? എടുത്തോ, ബക്കറ്റ് എടുത്തോളി, കൊണ്ടുവാ. പൈസ ഒരുപാടുണ്ടെന്ന് തോന്നല്ലോ. മുസ്തഫ, കാശ് ഒരുപാടുണ്ടോ മിച്ചം? എല്ലാരും ഒന്ന് പോക്കറ്റിലൊന്ന് കൈയിട്ടോളി. ഇൻഷാ അല്ലാഹ് പരിശുദ്ധ റമളാനാണ്. ഒരു സദഖയുടെ നിയ്യത്തിന് ഇൻഷാ അല്ലാഹ് നിങ്ങൾ കൊടുക്കിൻ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരു 3 സ്വലാത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവേ, ആ ബക്കറ്റുകളിൽ സ്വതക്ക ഇടുന്നവരുടെ ഹലാലായ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതം നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെല്ലാവരും നോമ്പുകാരാണല്ലാഹ്. നോമ്പുകാരന്റെ ഉറക്കവും അനക്കവും അടക്കവും അവന്റെ മൗനം പോലും ഇബാദത്താണെന്ന് ലോകത്തോട് പഠിപ്പിച്ച നായകനുണ്ടല്ലോ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം നാളെ കനം തൂങ്ങുന്ന കർമ്മങ്ങളില് നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. സയ്യിദുൽ കൗനൈൻ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവണം. അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവണം. ആ വാക്കിലൂടെയാണ് അല്ലാഹു നമുക്ക് സ്വർഗ്ഗം പ്രദാനം ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുന്നത്. എപ്പോഴും ഉരുവിട്ടുകൊണ്ടേയിരിക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഓരോന്നും പറയുമ്പോൾ ഹൃദയത്തിൽ ഉറപ്പിക്കണം, അല്ലാഹ് ഇതെന്റെ ജീവിതത്തിന്റെ അവസാനത്തെ വാക്കാക്കണേ അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയെ, അങ്ങ് എങ്ങനെ ഇരിക്കുമ്പോഴാണ് മരണം വരണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നത്? അള്ളാന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, നബിയെ, അങ്ങ് എങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങയുടെ മരണം വരണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നത്? അള്ളാന്റെ റസൂല് പറഞ്ഞ മറുപടി അങ്ങനെയാണ്, അള്ളാഹുവിന്റെ സ്മരണയിലായി എന്റെ നാവ് നനഞ്ഞിരിക്കുന്ന സമയത്ത് മരണം വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്.
സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാവണം. കാരണം അല്ലാഹു മഗ്ഫിറത്തിന്റെ ഒന്നാമത്തെ ഡിമാൻഡ് നമ്മളോട് വെച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. രണ്ടാമത് അല്ലാഹുവിന്റെ പ്രവാചകൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കാറായോ? അപ്പൊ അല്ലാഹു പാപങ്ങൾ പൊറുക്കാൻ നമ്മളോട് പറഞ്ഞ ഒന്നാമത്തെ വഴി ഏതാണ്? നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടോ? പോയാ? ഇവിടെ തന്നെ ഇല്ലേ? അല്ലാഹു പറഞ്ഞ ഒന്നാമത്തെ ഡിമാൻഡ് എന്താണ്? പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു വരും. എന്തു വേണം? വിശ്വാസം നന്നാവണം എന്ന് പറഞ്ഞാൽ നല്ല വിശ്വാസത്തിലേക്ക് വരണം. അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ഏറ്റവും നല്ല വിശ്വാസം. ഏകദൈവ വിശ്വാസത്തിലേക്ക് കടന്നു വരണം. ആ വിശ്വാസമാണ് നമ്മുടെ പാപങ്ങളെ അല്ലാഹു പുറത്തു തരുന്നത്. അങ്ങനെ കടന്നു വന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനോട് അല്ലാഹു പറയാണ്, രണ്ടാമത്തെ നിന്റെ പാപം പുറത്തു തരാനുള്ള രണ്ടാമത് അല്ലാഹു നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന നിബന്ധന. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഇന്നല്ലദീന സബറൂ വഅമിലുസ് സ്വാലിഹാത്ത് ഉലൈക ലഹും മഗ്ഫിറത്തും വഅജ്റുൻ കബീർ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഇന്നല്ലദീന സബറൂ, നിന്റെ ജീവിതത്തിലേക്ക് ഒരു ദുരിതം കടന്നു വരുമ്പോ, ജീവിതത്തിൽ ഒരു പരീക്ഷണ ഘട്ടം കടന്നു വരുമ്പോ, ജീവിതത്തിൽ ഒരു പ്രയാസഘട്ടം കടന്നു വരുമ്പോ, അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. വിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ, സഹാബാ, നിങ്ങൾ വിശ്വാസത്തിലേക്ക് കടന്നു വന്നവരാണെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് കടന്നു വന്നവരാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ പാപങ്ങൾ പൊറുപ്പിക്കാൻ പടച്ച റബ്ബ് രണ്ടാമത് നിങ്ങളോട് പറഞ്ഞു തന്ന വഴി ഏതാ? ജീവിതത്തിൽ വന്ന പാപങ്ങൾ ഉണ്ടല്ലോ, അല്ലാഹു പുറത്തു തരാൻ നിങ്ങളോട് പറഞ്ഞ രണ്ടാമത്തെ വഴി ഏതെന്നറിയോ? നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പ്രയാസങ്ങളുടെ പുറത്ത് ക്ഷമിക്കുക എന്നുള്ളതാണ്. ക്ഷമയുടെ പ്രതിഫലം സ്വർഗമാണ്. പ്രയാസങ്ങൾ സഹിച്ചാൽ അല്ലാഹു നിനക്ക് പാപമോചനം നൽകുകയാണെന്ന് ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ സബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ വലാ അദാ വലാ ഗമ്മ ഹത്താ സൗഖത്തി യുശാഖുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് ജീവിതത്തിൽ വന്ന പാപങ്ങൾ പുറത്തു തരാനുള്ള രണ്ടാമത്തെ വഴിയെ ഹബീബായ പ്രവാചകൻ തങ്ങൾ പറയുകയാ, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ വല്ല ക്ഷീണമോ, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ വല്ല ക്ഷീണമോ, രോഗമോ ദുഃഖമോ അസുഖമോ ബാധിച്ചാൽ അതിൽ അവൻ ക്ഷമിച്ചാൽ ആ മനുഷ്യൻ അല്ലാഹു പാപമോചനം നൽകുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. എന്തിനേറെ പറയാൻ മുഅ്മിനേ, നിന്റെ കാലിൽ ഒരു മുള്ളു കൊണ്ടാൽ കൂടെ, നിന്റെ കാലില് ഒരു മുള്ളു തറച്ചാൽ കൂടെ അല്ലാഹു നിന്റെ ചെറുപാപങ്ങളും മായ്ച്ചു കളയാൻ ആ പരീക്ഷണവും ആ വേദനയും കാരണമാക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി. പടച്ചറബിനെ പാപങ്ങളില്ലാതെ കണ്ടുമുട്ടാന്, പടച്ചറബിനെ പാപങ്ങളില്ലാതെ കണ്ടുമുട്ടാന് അല്ലാഹു നമ്മുടെ മുമ്പിലേക്ക് വെച്ചു തന്ന ഏറ്റവും നല്ല ഒന്നാമത്തെ നിബന്ധന ലാ ഇലാഹ ഇല്ലല്ലാഹയാണെങ്കിൽ, രണ്ടാമത് പടച്ചറബ് പറഞ്ഞു തന്ന നിബന്ധന ഏതെന്നറിയോ? ജീവിതത്തിൽ വന്നുപോയ എല്ലാ ദുരന്തമുഖങ്ങളിലും പടച്ചറബിനെ പേടിക്കണമെന്ന് മാത്രമല്ല, എല്ലാ ദുരന്തമുഖങ്ങളിലും നിങ്ങൾ ക്ഷമയോടെ ക്ഷമ കൈക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ജീവിക്കണേ. കാരണം അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറയുന്നത്, മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിനതി ഫീ നഫ്സിഹി വ വലദിഹി വ മാലിഹി ഹത്താ യൽഖല്ലാഹ തആല
വമാ അലൈഹി ഖത്തിആ. മുസ്ലിമായ ഒരു മനുഷ്യന്റെ ജീവിതത്തില്, അവന്റെ സന്താനങ്ങളില്, അവന്റെ ശരീരത്തില്, അവന്റെ സമ്പത്തില് പടച്ച റബ്ബ് എന്തിനാ പരീക്ഷിക്കുന്നതെന്നറിയോ പെങ്ങളെ? അല്ലാഹുവേ, എന്റെ മക്കളെ കൊണ്ട് എനിക്ക് സമാധാനമില്ല, എന്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു പോയി, എന്റെ ശരീരത്തിൽ രോഗമാണ്, വല്ലാത്ത പ്രയാസങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ് അലട്ടുന്നതെന്ന് പലപ്പോഴും പറയുന്നവരെ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, മുസ്ലിമായ ഒരു ആണിനെയും പെണ്ണിനെയും അല്ലാഹു പരീക്ഷിക്കുകയാണ്. എന്തിനെന്നറിയോ? നിന്റെ ശരീരത്തിലും നിന്റെ സമ്പത്തിലും നിന്റെ സന്താനങ്ങളിലോ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസമുണ്ടല്ലോ, പടച്ച റബ്ബിനെ കണ്ടുമുട്ടുന്ന നാളുണ്ടല്ലോ, ഒരു പാപം പോലും നിന്റെ അക്കൗണ്ടിൽ അവശേഷിക്കാത്ത അവസ്ഥയില് നിന്റെ പാപങ്ങൾ പൊറുക്കുവോളം മുസ്ലിമായ ഒരാണും പെണ്ണും അവന്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ടേയിരിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. വിശ്വാസത്തിന്റെ വിഷയത്തിൽ മനുഷ്യന് കടന്നു വരുമ്പോൾ അല്ലാഹു പുറത്തു. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ക്ഷമിക്കുക എന്നുള്ളതാണ്. പരീക്ഷണങ്ങളുടെ പുറത്ത് എല്ലാ മേഖലകളും നമുക്ക് പ്രയാസത്തിൻ്റെതാണ്, എല്ലാ മേഖലകളും പ്രശ്നത്തിൻ്റെതാണ്. മുസ്ലിം സമുദായത്തെ തിരഞ്ഞിട്ടിട്ട് ആക്രമിക്കാനുള്ള വഴികൾ ഓരോ സ്ഥലത്തും കൃത്യമായി ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ ഈ സമുദായം അത്രമേൽ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോ സഹോദരിമാരെ, മക്കളെ കൊണ്ട് സമാധാനം ഇല്ല. കള്ളും കഞ്ചാവും പെണ്ണുമടക്കമുള്ള മോശമായ ജീവിത ശൈലികളിലൂടെ ഞങ്ങളുടെ മക്കൾ ഇങ്ങനെ നീങ്ങുകയാ. ഉസ്താദേ, നേർച്ചകൾ കൊടുത്തു, കാഴ്ചകൾ കൊടുത്തു, നന്നാകണില്ല. സമ്പത്ത് കൊണ്ട് വലിയ പരീക്ഷണത്തിലാണ്, കടബാധ്യതയാണ്, ശരീരം ഒന്ന് എഴുന്നേറ്റ് നിർത്താൻ കഴിയാത്തത്ര വേദനയാണ്, രോഗങ്ങളാണ്. പെങ്ങളെ, ജീവിത പ്രയാസങ്ങളിലൂടെ കടന്നു വരുമ്പോ നിങ്ങൾ ക്ഷമിക്കണേ, ക്ഷമിക്കണേ. ക്ഷമയുടെ പ്രതിഫലം പടച്ച റബ്ബ് നിങ്ങൾക്ക് നൽകുന്നത് സ്വർഗമാണെന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മളോട് പറഞ്ഞു മനസ്സിലാക്കി തരികയാണ്. വിശാലമായി ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു വിഷയമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ. ഇൻഷാ അല്ലാഹ് ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ വളരെ സ്തുത്യർഹമായ നിലയിൽ ഒരു ജനനിബിഡമായ ഒരു സദസ്സ് ഇൻഷാ അല്ലാഹ് ഇവിടെ ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നാളെ അനുഗ്രഹീത പ്രവാചകൻ സിംസാറുൽ ഹഖ് ഹുദവി, മറ്റന്നാള് കേരളക്കരയിലെ പകരം വെക്കാനില്ലാത്ത അനുഗ്രഹീത പ്രവാചകൻ പ്രിയ സുഹൃത്ത് സിറാജുദ്ദീൻ ഖാസിമി പത്തനാപുരം, കുറെ കാലമായെന്ന് തോന്നുന്നു ഈ ഏറിയയിൽ വന്നിട്ട്. ഇൻഷാ അല്ലാഹ് ആബാലവൃദ്ധ ജനങ്ങളും നമ്മളൊക്കെ ഈ സൗകര്യത്തിൽ എങ്ങനെ ഇരിക്കുമെന്നുള്ളതിനെ കുറിച്ചൊരു ബേജാറ് മാത്രമേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് വളരെ നേരത്തെ തന്നെ നിങ്ങൾ എത്തണം. ഒരു 9 മണി. മറ്റു തിരക്കുകളൊക്കെ 2 ദിവസത്തേക്ക് നിങ്ങൾ മാറ്റണം. പർച്ചേസും മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് 2 ദിവസത്തേക്കൊന്ന് മാറ്റിവെക്കണം. എല്ലാവരും ഇൻഷാ അല്ലാഹ് ഇതൊരു നാടിന്റെ ഒരു സന്തോഷമായി, ഈ പരിശുദ്ധമായ റമദാനിന്റെ ഏറ്റവും നല്ല സന്തോഷം നമ്മുടെ ഈ മജ്ലിസാക്കി നമുക്ക് മാറ്റണം. എല്ലാവരും ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ വരണം, ഈ സദസ്സ് വിജയിപ്പിക്കണമെന്നൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഇവിടെ ഒരു ശംസുൽ ഉലമ ഇസ്ലാമിക് സെന്ററിന്റെ പണി ഇൻഷാ അല്ലാഹ് തുടങ്ങണം. തുടങ്ങി എവിടെ വരെ എത്തി? ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും കൂടെ പരതുള്ളി പെരുവള്ളം ഈ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രഭാ കേന്ദ്രമായിട്ട് ഇൻഷാ അല്ലാഹ് ഉളുവാറ് മാറണം. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ സാമ്പത്തികമായ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഈ പരിപാടിയും ഇതിന്റെ സംഘാടകരോട് ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വലിയ ചെലവൊക്കെ ഇട്ടിട്ട് ഇങ്ങനൊരു സംവിധാനങ്ങളൊക്കെ നടത്തുന്നത് നിങ്ങൾക്ക് ഇസ്ലാമിനെ അറിയാൻ, ഈ പ്രസ്ഥാനത്തിനെ മനസ്സിലാക്കാൻ, അതുമായി ചേർന്നിരിക്കാൻ കഴിയുന്ന ഒരു അവസരങ്ങളൊക്കെ ഇതിന്റെ സംഘാടകർ വലിയ ഭാരിച്ച സമ്പത്തൊക്കെ ചെലവഴിച്ചിട്ടാണ് ഇത്രയും സൗകര്യത്തിലൊക്കെ. ഈ അടുത്ത സമയത്ത് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയാണ് ഇതുപോലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചത്. പിന്നെ കാസർഗോഡ് ഒരു ശാഖ ഒരു ജില്ലാ കമ്മിറ്റിയുടെ പരിപാടി പോലെ സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ ചെലവും അതിന്റെ ബാധ്യതകളൊക്കെ എത്രയോ വലുതാണെന്ന് നിങ്ങൾക്കറിയാം. ഇതൊക്കെ നിങ്ങൾക്ക് അള്ളാഹിനെ പഠിക്കാനും കേൾക്കാനും ഒക്കെയും പരിശുദ്ധമായ പ്രസ്ഥാനത്തിന് ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ കൊണ്ടുവന്നാൽ അതും ഈ ദീനിന് ഉപകരിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, നിങ്ങളുടെ സമ്പത്തുകളൊക്കെ സ്വതക്ക ഇനത്തിൽ ഇൻഷാ അല്ലാഹ് ഈ പ്രസ്ഥാനത്തോട് ചേർത്ത് വെച്ച് ഈ പ്രസ്ഥാനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നിങ്ങളൊരു താങ്ങും തണലുമാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ ഈ അടുത്തിടെ നമ്മുടെ നാട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയ അബ്ദുറഹ്മാൻ ഹാജി ദുആ ചെയ്യാൻ
അബ്ദുറഹ്മാൻ ഹാജി മരണപ്പെട്ട ആളല്ലേ? അബ്ദുറഹ്മാൻ ഹാജി അദ്ദേഹത്തിന്റെ മഗ്ഫിറത്തിന് വേണ്ടി മകന് ഒരു 5001 രൂപ കുലൂത്ത് കബീർ റഹ്മാൻ റഹീമായ അല്ലാഹുവേ, ദയാലുവായ പടച്ച റബ്ബേ, അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണേ അല്ലാ, മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. ആരടി മണ്ണിൽ കിടക്കുമ്പോഴും എന്റെ പൊന്നുമകൻ എന്നെ മറന്നില്ലല്ലോ എന്ന് ആ വാപ്പക്ക് ഇന്നത്തെ രാത്രി ഖബറില് സന്തോഷത്തിന്റെ രാത്രിയാക്കണേ അല്ലാ, സന്തോഷത്തിന്റെ രാത്രിയാക്കണേ റഹ്മാനെ. ബി ഫാത്തിമ കുഞ്ഞാമു ഹാജി, അള്ളാഹു പ്രിയമുള്ള ആ സഹോദരിക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അബൂബക്കർ മമ്മുഞ്ഞി, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, മഗ്ഫിറത്ത് കൊടുക്കട്ടെ. മറിയം റഹഫ ബിൻത് റഹീം LH മുഹമ്മദ് LH, അള്ളാഹു എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ പരലോക മോക്ഷത്തിന് നമ്മുടെ പ്രാർത്ഥനകളും അവരുടെ കുടുംബാദികൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന സദഖകളൊക്കെ അള്ളാഹു സബബാക്കി അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സബബാക്കി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് കുറച്ച് ഒരു ദിക്ർ ചൊല്ലി നമുക്കൊന്ന് ദുആ ചെയ്തിട്ട് പിരിയാം. അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. യജിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു لا إله إلا الله 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 إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي
ഇലാഹി എന്ത മഖ്സൂദി വരിളാക മത്ലൂബി. അല്ലാഹു തഹ്ലീൽ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ മഗ്ഫിറത്തിനു വേണ്ടി അല്ലാഹു സബബാക്കട്ടെ. നമുക്കും മരിക്കുന്ന സമയത്ത് ഈ കലിമ പറഞ്ഞു മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നോളൂ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. അല്ലാഹുമ്മ ആതിഹിൽ വസീലത വൽ ഫളീല വദ്ദറജത റഫീഅ വബഅത്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅദ്തഹു വർസുഖ്നാ ശഫാഅതഹു യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്. അർഹമുർ റഹീമായ അല്ലാഹുവേ, കൃപയുള്ള കരുണയുള്ള റഹ്മാനേ, ഞങ്ങളുടെ പാപങ്ങൾ കൊണ്ട് നിറഞ്ഞുപോയ കരങ്ങളെ നിന്റെ വിശാലമായ ദർബാറിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു അല്ലാഹ്. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തുപോയ വന്നുപോയ സർവ പാപങ്ങളും നീ ഞങ്ങൾക്ക് പുറത്തു തരണയല്ലാഹ്. പടച്ചവനെ, നിന്റെ മുന്നിലേക്ക് കരങ്ങൾ ഉയർത്താൻ അർഹത ഞങ്ങൾക്കില്ല അല്ലാഹ്. കരുണക്കടലേ, കരുണാനിധിയെ, നിന്നറിയാതെ പാപങ്ങൾ ഒരുപാട് ചെയ്തു പോയവരാണല്ലാഹ്. പടച്ചവനെ, രഹസ്യ ജീവിതത്തിൽ നിന്നെ സൂക്ഷിക്കാത്തവരാണല്ലാഹ്. പടച്ചവനെ, ഏത് തെറ്റ് ചെയ്തപ്പോഴും ഞങ്ങൾ നിന്നോട് മറ്റൊന്നിനെ പങ്കു ചേർത്തിട്ടില്ലല്ലാഹ്. ആ ഒരൊറ്റ കാരണം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സർവ പാപങ്ങളും നീ ഞങ്ങൾക്ക് പുറത്തു തരണയല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ നോമ്പുകാരാണല്ലാഹ്. നോമ്പുകാരന്റെ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് നിന്റെ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചല്ലോ നാഥാ. ഞങ്ങളുടെ ദുആനെ സ്വീകരിച്ചു ഞങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു ഞങ്ങളുടെ കൽബകങ്ങൾ ശുദ്ധിയാക്കി നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഗുരുനാഥന്മാര്, ബന്ധുമിത്രാദികള്, ഞങ്ങളുടെ പള്ളിയുടെ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവര് എല്ലാവരുടെയും മണ്ണറകളെ മണിയറയാക്കണേ അല്ലാഹ്. അവരുടെ പരലോക ജീവിതം സുഖത്തിലും സന്തോഷത്തിലുമാക്കണേ അല്ലാഹ്. ജീവിതകാലത്ത് അവർ ചെയ്ത സൽക്രമങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. മരണപ്പെട്ടു പോയി ഒരുപാട് ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഓർമ്മപ്പെടുത്തിയവരുണ്ട്. പടച്ചവരെ, പുറത്തു കൊടുക്കണേ അല്ലാഹ്. പടച്ചവരെ, മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അങ്ങോട്ട് വരുന്ന വഴിയിൽ എന്റെ പ്രിയമുള്ള സഹോദരൻ മൂസ എന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ കൊച്ചനിയം മരണപ്പെട്ടു പോയിട്ടുണ്ട്. ദുആ ചെയ്യാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പടച്ചവനെ, നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളാക്കി വലുതാക്കി ഞങ്ങളുടെ ഉസ്താദന്മാര്, പടച്ചറപ്പേ, ജീവിതത്തിലെ പ്രയാസങ്ങൾ സഹിച്ച് അല്ലാഹുവേ പട്ടിണിയും പരിവട്ടത്തിലൂടെ ഞങ്ങളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കള്, ഞങ്ങൾ സ്വന്തം കാലിൽ നിൽക്കുന്ന അവസ്ഥയിൽ അവരൊക്കെ ആരടി മണ്ണിന്റെ ഉള്ളിലാണല്ലാഹ്. നീ അവർക്ക് സ്വർഗമല്ലാതെ മറ്റൊന്നു കൊടുക്കല്ലേ റബ്ബേ. പടച്ചവനെ, ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാഹ്. അവരുടെ തൃപ്തിയുള്ള മക്കളാക്കണേ അല്ലാഹ്. പടച്ചവനെ, മാരക രോഗങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. പടച്ചവനെ, ക്യാൻസർ പോലെ, എയ്ഡ്സ് പോലെ, എബോള പോലെ, കൊറോണ പോലെ, അല്ലാഹുവേ, ഷുഗർ പോലെ, പ്രഷർ പോലെ, ഹൃദ്രോഗം പോലെ, കിഡ്നി രോഗങ്ങൾ പോലെ, അല്ലാഹുവേ, വാതരോഗങ്ങൾ പോലെ, പടച്ചവനെ, ജീവിതകാലം മുഴുവനും മരുന്ന് കഴിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ആളുകൾ അറക്കുകയും വെറുക്കുകയും ചെയ്യുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ക്യാൻസർ എന്ന രോഗം പനി പടർന്നു പിടിക്കുന്നത് പോലെ പിടിക്കുന്നല്ലാഹ്. പടച്ചവനെ, നാവ് മുറിച്ചു കളഞ്ഞവര്, അല്ലാഹുവേ, കവള് മുറിച്ചു കളഞ്ഞവര്, പടച്ചവനെ, ഒരിറ്റു ഭക്ഷണവും വെള്ളവും ആമാശയത്തിലേക്ക് എത്താൻ തൊണ്ട കിഴിച്ചിട്ട് അന്നനാളത്തിലേക്ക് പൈപ്പിട്ടവര്, ഓരോ ദിവസവും ഞങ്ങളുടെ മുമ്പിൽ കൈനീട്ടുന്ന പാപങ്ങളുണ്ട് റഹ്മാനെ. കീമോ ചെയ്യാൻ, ഡയാലിസിസ് ചെയ്യാൻ, അല്ലാഹുവേ, കിഡ്നി മാറ്റിവെക്കാൻ, ഹൃദ്രോഗത്തിന് സർജറി ചെയ്യാൻ നൂറുകണക്കിന് ആളുകൾ ഓരോ ദിവസവും ഞങ്ങളുടെ പള്ളി വരാന്തകളിൽ വന്ന് കൈനീട്ടുന്നവരുണ്ടല്ലാ. പടച്ചവനെ, രോഗചികിത്സക്ക് വേണ്ടി മറ്റുള്ളവന്റെ മുമ്പിൽ പോയി യാചിക്കുന്ന അവസ്ഥ തരല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ഭാര്യമാര്, ഞങ്ങളുടെ മക്കൾ
മക്കള് ലൈവുകളിൽ വന്നിട്ട് പൊട്ടിക്കരയണ്ട. അല്ലാഹുവേ ഞങ്ങളുടെ ഉപ്പയെ നിങ്ങളൊന്ന് സഹായിക്കണേ എന്ന് പറയുമ്പോ ജീവിക്കാനുള്ള കൊതി കൊണ്ടല്ല, എന്റെ പൊന്നുമക്കൾക്ക് ഉപ്പാന്ന് വിളിക്കാൻ ഒരാളില്ലാതാകുമെന്ന് പറഞ്ഞിട്ട് കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി തന്റെ ആവലാദികളെ ജനങ്ങൾക്ക് മുമ്പ് പറയുന്ന വീഡിയോകൾ പലതും കാണുന്നുണ്ടല്ലോ. പടച്ചവനെ അങ്ങനൊരവസ്ഥ ഞങ്ങൾക്ക് തരല്ലയല്ലാ. കീറി മുറിക്കുന്ന രോഗങ്ങൾ തരല്ലയല്ലാ. പടച്ചവനെ എന്റെ ഉമ്മപങ്ങന്മാർക്ക് പ്രസവാനന്തര രോഗങ്ങൾ പലതും സ്ഥിരീകരിക്കപ്പെടുന്ന കാഴ്ചയാണല്ലാ. ബ്രസ്റ്റിൽ മുഴയുള്ളവരുണ്ട് റഹ്മാനെ. അല്ലാഹുവേ ഗർഭാശയത്തിൽ ട്യൂമർ ഉള്ളവരുണ്ടല്ലാ. പിത്താശയത്തിൽ സ്റ്റോൺ ഉള്ളവരുണ്ടല്ലാ. ഭർത്താവിന്റെ സാമ്പത്തിക പ്രയാസം ഉള്ളതുകൊണ്ട് പല വേദനകളും പറയാതെ കടിച്ചു പിടിച്ചു ജീവിക്കുന്ന പാവങ്ങളാണല്ലാ. പടച്ചവനെ അവരുടെ ശരീരം ഇനി കീറി മുറിക്കപ്പെടുന്ന അവസ്ഥ കൊടുക്കല്ലയല്ലാ. അല്ലാഹുവേ നല്ല മരണം നീ ഞങ്ങൾക്ക് തരണയല്ലാ. അപകട മരണങ്ങളിൽ പെടുത്തല്ലയല്ലാ. ഈമാനില്ലാതെ മരിപ്പിക്കല്ലയല്ലാ. പടച്ചവനെ എപ്പ മരിച്ചാലും ഈമാൻ ഞങ്ങളുടെ ഹൃദയത്തിലും ഞങ്ങളുടെ നാവിലും പരിശുദ്ധ കലിമ തരണേ അല്ലാ. പടച്ചവനെ കിടപ്പ് രോഗികളാക്കല്ലേ അല്ലാ. പടച്ചവനെ കുടുംബാദികൾ നോക്കി മടുത്തു എന്ന് പറയുന്ന അവസ്ഥ തരല്ലേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ കുടുംബാദികളെ ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. കണ്ണിന് കുളിർമയേക്കുന്നവരാക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ ഭാര്യമാർക്ക് നീ ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ. സ്വർഗത്തിൽ ഞങ്ങളെ ഇണകളാക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ പൊന്നുമക്കളെ കണ്ടിട്ട് ഞങ്ങൾ കൊതി തീർന്നിട്ടില്ല റഹ്മാനെ. പടച്ചവനെ ഞങ്ങളുടെ പൊന്നുമക്കളുടെ കബറിൽ ഞങ്ങളുടെ കൈകൊണ്ട് പിടിമണ്ണിടുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ കൊണ്ട് നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാനെ. മക്കളുടെ പേരില് സമൂഹം ഞങ്ങളെ ചീത്ത വിളിക്കുന്ന അവസ്ഥ തരല്ലേ അല്ലാ. മക്കളെ കൊണ്ട് അഭിമാനിക്കാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. പടച്ചവനെ മുസ്ലിം സമുദായത്തിന് നീ ഐക്യം നൽകണേ അല്ലാ. ഇസ്സത്ത് നൽകണേ അല്ലാ. പടച്ചവനെ ഞങ്ങളോട് കരുണയുള്ള ഭരണാധികാരികളെ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ പാവപ്പെട്ട ഗസയുടെ ഫലസ്തീനിന്റെ മക്കൾക്ക് മോചനം കൊടുക്കണേ അല്ലാ. അവരുടെ പ്രയാസങ്ങൾ നീ അവരെ ചേർത്തു പിടിക്കണേ അല്ലാ. പടച്ചവനെ പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയുടെ വിമോചന പോരാളികൾക്ക് പടച്ചവനെ നീ ഇസ്തിഖാമത്ത് നൽകണേ അല്ലാ. നിന്റെ സഹായമല്ലാതെ മറ്റൊന്നവർക്കില്ല റഹ്മാനെ. സൈനിസത്തിന്റെ കുതന്ത്രങ്ങളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. അവരെ നാമാവശേഷമാക്കണേ അല്ലാ. ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും ഒരു പാഠമാക്കണേ അല്ലാ. പടച്ചവനെ സമാധാനത്തിന്റെ ജീവിതം അവർക്ക് നൽകണേ അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടിയ തലനരച്ച ഉപ്പമാരുണ്ട് ഉമ്മമാരുണ്ട്. നടന്നു വന്നതത്രയും സ്വർഗത്തിലേക്ക് അടുപ്പിക്കണേ അല്ലാ. ആ കാലുകളെ സിറാത്തിൽ ഉറപ്പിക്കണേ റഹ്മാനെ. പടച്ചവനെ ഈ നാട്ടിലെ ചെറുപ്പക്കാരെ യുവതി യുവാക്കളെ നീ സ്വീകരിക്കണേ അല്ലാ. നിന്റെ ഈ ദീനിനോട് ഹൃദയത്തിന്റെ ഉള്ളില് പടച്ചവനെ ബന്ധമുള്ളവരാക്കണേ അല്ലാ. ഈ പരിപാടിയുടെ സംഘാടകരെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ വയൽ ബുക്ക് ചെയ്ത ആ നാള് മുതല് ഉസ്താദേ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തണമെന്ന ആഗ്രഹത്തോടെ അല്ലാഹുവേ താല്പര്യത്തോടെ മുന്നിട്ടിറങ്ങിയ സമസ്തയുടെ പ്രവർത്തകര് പടച്ചവനെ മുസ്തഫ ഖാനെ പോലെയുള്ള ഹുസൈനാർ സാഹിബിനെ പോലെയുള്ള ഒരുപാട് ആളുകളുണ്ട് റഹ്മാനെ. പടച്ചവനെ അവരുടെ ഒക്കെ പ്രവർത്തനങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. അവരെ ചേർത്തു നിർത്തുന്നവരെ നീ സ്വീകരിക്കണേ അല്ലാ. പരലോകത്തേക്ക് ഒരു മുതൽക്കൂട്ടാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഈ പ്രസ്ഥാനത്തെ സഹായിക്കുന്നവരെ നീ ഏറ്റെടുക്കണേ അല്ലാ. നീ സഹായിക്കണേ അല്ലാ. നീ അവരെ ചെറുത്തു വെക്കണേ അല്ലാ. പടച്ചവനെ ലൈവ് കാണുന്ന നൂറുകണക്കിന് സാധുക്കളുണ്ട് റഹ്മാനെ. അവരുടെ ആവശ്യങ്ങൾ പലതും അവർ എഴുതുന്നുണ്ട് റഹ്മാനെ. അല്ലാഹുവേ ഖൈറായ ജീവിതം അവർക്ക് നൽകണേ അല്ലാ. പടച്ചവനെ ഈ നാട്ടിലെ പ്രവാസികളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. നിന്റെ ദീനിനോട് വല്ലാത്ത ഇഷ്ടമുള്ളവരാണല്ലാ. കടൽ കടന്നു പോയ പാവങ്ങളാണ് റബ്ബേ. അവരുടെ സമ്പത്തിൽ നീ ഖൈർ കൊടുക്കണേ അല്ലാ. അവരുടെ ജോലികളിൽ ഖൈർ കൊടുക്കണേ അല്ലാ. അവര് തനിച്ചാക്കിയ കുടുംബാദികളെ നീ ഏറ്റെടുക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളെ പ്രയാസപ്പെടും
പ്രയാസപ്പെടുത്തുന്ന വാർത്തകൾ കേൾപ്പിക്കല്ല അല്ലാ. മരണമെത്തുന്ന സമയത്ത് അവരെ തിരിച്ച് നാട്ടുകളിലേക്ക് എത്തിക്കണേ റഹ്മാനേ. അല്ലാഹുവേ നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ നാട്ടിലെ പ്രവാസികളെ നീ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. നിന്റെ ദീനിനോട് വല്ലാത്ത ഇഷ്ടമുള്ളവരാണ് റബ്ബേ. അവരുടെ സമ്പത്തിലും നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. പടച്ചവനെ ലൈവിന്റെ പ്രവർത്തകര്, മൈക്ക് സെറ്റിന്റെ പ്രവർത്തകര്, അല്ലാഹുവേ മുസ്തഫ എന്ന സഹോദരൻ, റാഫി എന്ന സഹോദരൻ, അല്ലാഹുവേ കൂടെയുള്ള സഹോദരങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. ഇതൊരു ദഅവത്തായി നീ സ്വീകരിക്കണേ റഹ്മാനെ. പടച്ചവനെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹുവേ പ്രിയമുള്ള കൂട്ടുകാരൻ ശംസു തന്റെ ഉമ്മ വല്ലാത്ത പ്രയാസത്തിലാണ്, ദുആ ചെയ്യാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാ നീ ആ ഉമ്മക്ക് ശിഫ കൊടുക്കണേ അല്ലാ. ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ. അല്ലാഹുവേ യൂസുഫ് എന്ന സഹോദരനുണ്ട്, ദുആ ചെയ്യാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പ്രയാസങ്ങളൊക്കെ മാറ്റി സന്തോഷം നൽകണേ അല്ലാ. അല്ലാഹുവേ ഈ നാട്ടിനെ നീ അനുഗ്രഹിക്കണേ അല്ലാ. നിന്റെ ഖൈറും നിന്റെ ബറക്കത്തും നിറയുന്ന നാടാക്കണേ അല്ലാ. പടച്ചവൻ ഇസ്ലാമിന്റെ ഒരു പ്രഭവ കേന്ദ്രമാക്കി ഈ നാടിന്റെ ഈ പ്രവർത്തനത്തെ നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ നോമ്പുകാരായിട്ട് ഞങ്ങൾ നിന്റെ മുമ്പിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ നീ ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് തരണേ അല്ലാ. പടച്ചവനെ ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് പിരിയുകയാണ്. ഇനി ഒരിക്കലും കണ്ടില്ലെങ്കിലും നിന്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ ഞങ്ങളെ ഒരുമിപ്പിക്കണേ അല്ലാ. പടച്ചവനെ അബ്ദുൽ നാസർ മഅദനിക്ക് നീ ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ. കിഡ്നി മാറ്റിവെച്ച് ഹോസ്പിറ്റലിലാണ്, ഐസിയുലാണുള്ളത് റഹ്മാനെ. വലിയ പ്രയാസങ്ങളിലാണ്, ബുദ്ധിമുട്ടുകളിലാണ് നാഥാ. ആ ശരീരത്തിൽ ആഫിയത്ത് നിലനിർത്തണേ അല്ലാ. ആരോഗ്യം നിലനിർത്തണേ അല്ലാ. പഴയ അവസ്ഥയിൽ ഞങ്ങൾക്ക് തിരിച്ചു നൽകണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ സമസ്തയുടെ മഹാരഥന്മാരായ ഞങ്ങളുടെ നേതാക്കന്മാർക്ക് എല്ലാവർക്കും നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. സയ്യിദുൽ ഉലമ ക്ഷീണിതനാണ്, ഈ ഉമ്മത്തിന് വേണ്ടി ഓട്ടപ്പാച്ചിലാണ് റഹ്മാനെ. ശൈഖുൽ ജാമി വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങളിലുണ്ട് റഹ്മാനെ. കൊയ്യോട് ഉസ്താദ് അടക്കമുള്ള മുസാവറയിലെ വന്ധ്യവയോധികരായ എല്ലാവർക്കും നീ ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ. പടച്ചവനെ അവരുടെ പിന്നിൽ അണിനിരക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് പിരിയുകയാണ്. നാളെ ഞങ്ങളുടെ മരണവാർത്തയാണ് കേൾക്കുന്നതെങ്കിൽ ഇത് ഞങ്ങളുടെ തൗബയായി സ്വീകരിക്കണേ അല്ലാ. ഇത് ഞങ്ങളുടെ തൗബയായി സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ എപ്പോഴും എന്റെ കൂടെ വരുന്ന പ്രിയമുള്ള കൂടപ്പറപ്പ് സഹോദരന് അബ്ദുർ റസാഖിനെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അവന്റെ ജീവിതത്തിൽ ഖൈറും സന്തോഷവും നൽകണേ അല്ലാ. പടച്ചവനെ നീ ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് തരുമെന്ന പ്രതീക്ഷയില് നിന്റെ മുന്നിലേക്ക് ഉയർത്തിയ കരങ്ങൾ ഞങ്ങൾ പിന്നോട്ട് വലിക്കുന്നു റഹ്മാനെ. റബ്ബനാ ലാ തറുദ്ദന്ന ഐദിയനാ ഖായിബീൻ ബിസബബി ദുനൂബിനാ യാ رب العالمين اللهم اجعل هذا الشهر الشريف المبارك رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا من الديون والمظالم والنار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضله صلى الله
على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. എല്ലാവരും ഈ വിനീതനും കുടുംബത്തിനും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.